വളരെ ശക്തമായ ചില സാക്ഷ്യങ്ങൾ, മാതൃകാ സാക്ഷ്യങ്ങൾ, അനുഗ്രഹത്തിൻ്റെ മോഡൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ മോഡലായിട്ടുള്ള ചില ഉടമ്പടി മാതൃകാ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ യൂട്യൂബിൽ എയർ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അന്ന തോമസ് ആയാങ്കുടി. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിലുള്ള ഫീച്ചേഴ്സ്, സാക്ഷ്യത്തിൻ്റെ ഫീച്ചേഴ്സ് ഉടമ്പടി ധ്യാനത്തിൽ ആദ്യം പരിശോധിക്കുന്നത് ഫ്രൂട്ട് ഓഫ് ദി കവനൻ്റാണ്. ഈ ആഴ്ചത്തെ കവനൻ്റിൻ്റെ ഉടമ്പടിയുടെ ഫലങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പരിശോധിച്ചാൽ അതിൻ്റെ വചനത്തിൻ്റെ മോഡുലേഷൻസ്, അതിൻ്റെ ഫോർമുല നമ്മൾക്കത് ഇനാക്ട് ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും അത് എന്തുമാത്രം പ്രയോജനപ്പെടും. അങ്ങനെയുള്ളൊരു സാങ്കേതികമായ ഒരു കാഴ്ചപ്പാടാണ് ആദ്യം നമ്മൾ ഉടമ്പടി ധ്യാനത്തിൽ എടുക്കുന്നത്. അന്ന തോമസ് അയാങ്കുടി, ആ സഹോദരിയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അത് പല വിഷയങ്ങളാണ്. അതായത് ലോണ്, അതുപോലെ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്, മകളുടെ ജോലി, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉടമ്പടി വിഷയങ്ങളുള്ളത്. ഉടമ്പടി വിഷയം അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വിറ്റ്സർലൻഡിലുള്ള ഇവരുടെ മകളുടെ ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് രൂപപ്പെട്ട് വന്നു. അതോടെ അപ്പോൾ എടുത്താലും വരും, എടുത്തില്ലേലും വരും, അത് സ്വാഭാവികമായിട്ട് വന്നതാണ്, ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. പക്ഷെ വന്നോടുകൂടി ഇവർ ഭയങ്കര, മകൾ വളരെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോൾ ഈ ഡിപ്രഷൻ സിറ്റുവേഷനിൽ, കാര്യം അവൾ ചെറുപ്പമല്ലേ, പിന്നെ ഇതിങ്ങനെ അങ്ങനെ പിന്നെ പെട്ടെന്ന് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞ്, ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ അന്ന തോമസ് മകൾക്ക്, അവർ നമുക്ക് സ്കൈപ്പിൽ മാത്രമേ നമുക്ക് മകളെ കാണാൻ പറ്റത്തുള്ളൂ, ഇവിടെ അടുത്തെങ്കിലും ഇല്ല. പക്ഷേ എങ്കിലും ഈ അടുത്തില്ലാത്ത വ്യക്തിയോട് വിശ്വാസത്തിൽ ഈ അന്ന തോമസ് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, മകളെ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഉടമ്പടി എടുത്തതാണ്, അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും, അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും, അമ്മ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകും. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ അന്ന തോമസ് മകളോട് ഫോണിൽ പറയണത്. അതിനിപ്പോൾ മാമോഗ്രാം ചെയ്യാൻ പോയപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു നീല ഇട്ടൊരു ഡ്രസ്സിട്ട ഒരു സഹോദരി ഇവളെ കാണാൻ വരും. ആ പ്രദേശത്തുള്ളതല്ല, ഇത് നമ്മൾ കണ്ടിട്ടില്ല, ഒരു ബന്ധവുമില്ല, ഒരു പരിചയമില്ല. ഇത് സഞ്ചാരി മാതാവാണ്. ഉടമ്പടി എടുക്കുന്ന എല്ലാവരെയും തന്നെ സഞ്ചാരി മാതാവിൻ്റെ സ്വപ്ന സന്ദർശനം എല്ലാ എല്ലാ ആഴ്ചയിലും ഒരെണ്ണമെങ്കിലും വെച്ചുണ്ടാവും. അപ്പോൾ ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടാണ്. കാര്യം മകൾ അവിടെ കയ്യത്താക്കൂറ്റിൽ അങ്കലാപ്പോട് വേദനിക്കുകയാണ്. അത് കാര്യം അവൾക്ക് എങ്ങനെ ഈ ബ്രസ്റ്റ് എടുത്തു കളയാൻ പറഞ്ഞാൽ പിന്നെ വിവാഹത്തെ ബാധിക്കും, പിന്നെ അവളുടെ ആരോഗ്യത്തെ ബാധിക്കും, ജോലി ബാധിക്കും, തിരിച്ചു പോരേണ്ടി വരും, ജോലി ക്യാൻസലാവും, ജീവിതം മുഴുവൻ ഇരുട്ടിലാവും. അപ്പോൾ ഇങ്ങനെ എല്ലാം ചിന്തിച്ച് കാടുകയറി വേർത്ത് ബോധം കെട്ട് വെളിവില്ലാതെ ഇവൾ നടക്കുന്ന സമയത്ത് ഈ വെളിവില്ലാത്ത വ്യക്തിയോട് ഈ അമ്മ പറയുന്ന വാക്കുകൾ ഭയങ്കരമാണ്. എന്താ പറയണത്? നീ മേടിക്കേണ്ട മോളെ, അമ്മ നിന്നെ കാണാൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രായമുള്ളവർ ചിലപ്പോൾ മക്കളോട് അവർ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യം പറയണ പോലെ ചെറുപ്പക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഉടമ്പടി എടുക്കുന്നതോടുകൂടി നടക്കുന്ന സംഭവം എന്താ? അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടേഴ്സ് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്യാൻ വേണ്ടി ലാബിലേക്ക് പോകുന്ന സമയത്ത് ഈ അമ്മ പറഞ്ഞ ചേച്ചി വരും, സഹോദരി വരും, ഒരു നീല ഡ്രസ്സിൽ വരും. വന്നിട്ട് ഇവിടെ കയ്യെ കയറി പിടിക്കും. പകലാണ്, പട്ടാപ്പകൽ. നീ എന്തിനാ ഇവിടെ നിൽക്കണം? ഇവിടെ അല്ല നിൽക്കേണ്ടത്, ഞാൻ നിന്നെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഈ മകളുടെ കയ്യെ പിടിച്ചുകൊണ്ട് വേറെ ഒരു ലാബിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഡോക്ടർമാരോട് അവിടെ ആ ലാബിൽ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ഇരിക്കുന്നുണ്ട്.
അതിന് പറയും ഞാൻ പറഞ്ഞ പേഷ്യൻ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർക്ക് ഇവളെ പരിചയപ്പെടുത്തിയിട്ട് ഇവർ പോവും. പിന്നെ ഇവരെ കണ്ടിട്ടില്ല. ആ സാക്ഷ്യമുണ്ട്, നിങ്ങൾ നോക്കണം, നല്ലതായിരിക്കും. പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഇതിൻ്റെ സംഭവം പിടികിട്ടത്തില്ല. അതോടുകൂടി അവർ ടെസ്റ്റ് ചെയ്യും. അവർ ടെസ്റ്റ് ചെയ്ത് വെച്ചും അവർ പറയും ഇത് മാമോഗ്രാമിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഇത് സാധാരണ ഒരു സിസ്റ്റമാണ്. ഇപ്പം കൊഴുപ്പടിയണവരൊക്കെ സിസ്റ്റം ഉണ്ടല്ല. ഇത് സീരിയസ് ആണെങ്കിലും അമ്മ ഇത് കൊഴുപ്പടിയണ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരും. അതാണല്ല അത് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാമോഗ്രാമിന് നിശ്ചയിച്ചത്. പക്ഷേ ഇവർക്ക് ഒരു പുനഃസൃഷ്ടി ടെസ്റ്റ് നടത്തി വെച്ചും ഇത് വെറും കൊഴുപ്പാണെന്നുള്ളത് ആ രീതിയിൽ ഈ സാധനം ഇവളോട് പറഞ്ഞു കൊടുക്കും. മാമോഗ്രാമിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് അയ്യാങ്കുടിയിൽ നിന്ന് ഇവളുടെ അമ്മ വിളിച്ച് മകളോട് പറയണം, മകളെ നിന്നെ കാണാൻ മാതാവ് വരും. ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. അമ്മ പറയും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളെ കൊണ്ടുപോകണത്. ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഭയങ്കരമായ രീതിയിൽ. അപ്പോൾ എനിക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അറിയാം ഇത് കാര്യം. കാനഡയിൽ ഇതുപോലെ തന്നെ, കാനഡയിലല്ല, നമ്മളുടെ ഹ്യൂസ്റ്റണിൽ ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ കോവിഡ് രോഗികളുടെ 7 കോവിഡ് രോഗികൾ മരിക്കണ ഒരു ദിവസം. 8ാമത്തെ കോവിഡ് രോഗി കോട്ടയത്തുകാരത്തിയാണ്. ആ ചേടത്തിയെടുത്ത് അമ്മ ചെല്ലണ ഒരു ഭയങ്കര സാക്ഷ്യം 1.5 ലക്ഷം പേര് കണ്ട സാക്ഷ്യമുണ്ട്. അവർ മാത്രമേ സൗഖ്യപ്പെട്ടുള്ളൂ. അപ്പോൾ അമ്മയാണെന്ന് തിരിച്ചറിയണത് ആ യൂണിഫോമിൽ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരാളില്ല. ആ യൂണിഫോം അല്ല അവർ ഉപയോഗിക്കണത്. പക്ഷേ കൃപാസനത്തിൻ്റെ പിക്ചർ ഭർത്താവ് ഉടമ്പടി ചെയ്ത കൃപാസനത്തെ മാതാവിനെ കാണിക്കുമ്പോൾ ഇവർ പൊളിക്കും. ഈ അമ്മയാണല്ലോ അവിടെ വാർഡിൽ വന്നതെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ, അതായത് ഉടമ്പടിയിലുള്ള ഒരു വാഗ്ദാനമാണ്. നമ്മൾ എപ്പോഴും അച്ഛൻ പറയാറില്ലേ, എന്നോട് ഉടമ്പടി ചെയ്യുന്നവൻ്റെ കൂടെ ഞാൻ കൂടെ വരും എന്നുള്ളത്. അത് 33:14 പുറപ്പാട് ഉടമ്പടി ഫണ്ടമെൻ്റൽ വാഗ്ദാനമാണ്. ഉടമ്പടിയുടെ ഫണ്ടമെൻ്റൽ വാഗ്ദാനം. ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് സെൻസാകും. ചില വായി നോക്കിയവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയാലും ഒരനുഭവം. ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഒന്നുമല്ല, ചിലരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഈ സംഭവം എന്നറിയാൻ പാടില്ലാതെ ഇങ്ങനെ ഒരു പകച്ചു നിൽക്കുന്ന ആൾക്കാരാണ് എന്താണെന്ന്. പക്ഷേ ചിലർക്ക് പെട്ടെന്ന് ക്യാച്ചാവും. കാര്യം അതായത് നമ്മൾക്ക് ഉള്ള വിശ്വാസത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ലേ, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് നമ്മൾക്കുള്ള വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയണത്, ഇപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്കുക. ചേച്ചിക്ക് എന്നാ പറ്റുക? ചേച്ചിക്ക് പെട്ടെന്ന് സെൻസായി എന്താണ് ഈ വിഷയത്തിൻ്റെ പരിഹാരം. അമ്മ സ്വിറ്റ്സർലൻഡല്ല, ന്യൂസിലൻഡ്. അമ്മ ന്യൂസിലൻഡിലോട്ട് ചെല്ലുമെന്നും അമ്മ തന്നെ കൈക്ക് പിടിച്ച് ഇവിടെ മാമോഗ്രാമിന് കൊണ്ടുപോകുമെന്നും ഈ സ്വന്തം പേഷ്യൻറ്റിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നാണ് കിട്ടുന്നത്. ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് അത് അമ്മ കൊടുക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അതെല്ലാം ബിബ്ലിക്കലായിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല. അതായത് ഞങ്ങൾ ആകട്ടെ ഇപ്പോൾ 1 കൊറിന്ത്യൻസിൻ്റെ 2:16 ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടപ്പോൾ, അതായത് ഈശോയുടെ മനസ്സ് എന്താണ് നമ്മളെക്കുറിച്ച് നടക്കണതെന്നുള്ളത് നമ്മൾക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വിശ്വാസം കൊണ്ട് നടത്തുന്ന എന്നാ കാര്യം ഇരിക്കണത്? ഓരോ മതങ്ങളിലും ഓരോരുത്തർ വിശ്വസിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനി ഇതിൻ്റെ അകത്തുള്ള ആ കാമ്പ് മനസ്സിലാക്കണം. തൊണ്ട് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ല. അതായത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ മനസ്സ്. ഇപ്പോൾ അമ്മ അവിടെ പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് ഇവരെ കാണിക്കും. ഇതിൽ ആ സെക്കൻഡ് ഇവളോട് പറയും, അമ്മ വരുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാം മാമോഗ്രാമിലേക്ക്. ഇത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മൾ 1 കൊറിന്ത്യൻസിൻ്റെ 2:16 അനുസരിച്ച് നമ്മൾക്കറിയാൻ കഴിയണത് എന്തുകൊണ്ടാണ്? അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ കർത്താവുമായി സംയോജിക്കുന്നവൻ. ഞാൻ ഇടയ്ക്ക് ദിവസങ്ങൾ പറയാറുണ്ട്. 1 കൊരിന്ത്യർ 6:17 ഈ വചനമുള്ളത്. എന്താണ് വചനം? ആയിട്ട് പറഞ്ഞ് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവോടുകൂടി നമ്മുടെ ആത്മാവിന് സംയോജിക്കാൻ പറ്റും. വിശ്വാസത്തിൻ്റെ ഒരു കപ്പാസിറ്റി അതാണ്. വിശ്വസിക്കുന്നവർ വിശ്വാസം വെറുതെ ഉണ്ടാകത്തില്ല, അതിൻ്റെ കൂടെ ഭയങ്കര ദൈവസ്നേഹം ഉണ്ടാവും. ദൈവസ്നേഹം ഉണ്ടാകുമ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം നമുക്കറിയാം. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4:23, യോഹന്നാൻ 4:23 എന്താണ്? കർത്താവ് ആത്മാവാകുന്നു എന്നാണ്. ശരീരമില്ലല്ലോ കർത്താവിന്. കർത്താവ് യോഹന്നാൻ 4:23 ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആ ഒരു ബേസ്മെൻറ്റിൽ കർത്താവ് ആത്മാവാകുമ്പോൾ നമുക്ക് ഈ ശരീരം കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ദൈവമായിട്ട് യോജിക്കാൻ പറ്റുമോ? ഒരു മുതിരമായിട്ട് എങ്ങനെ യോജിക്കണത്? അതുകൊണ്ട് എന്നാ ചെയ്തിരിക്കണത്? നമ്മളുടെ വിശ്വാസം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ തരും. ഇപ്പോൾ ഉദാഹരണത്തിന് റോമ 5:5 എന്താ പറയണത്? നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. പ്രൈസ് ദി ലോർഡ്. ഒന്നേറ്റ് പറഞ്ഞ് നമ്മിൽ. റോമ 5:5 നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോഴേ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണത്? വിശ്വാസത്തിൻ്റെ കനബലം പോലെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, അല്ലേ? എന്നിട്ട് ദൈവമാകുന്ന ആത്മാവിനോട് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് സംഗമിക്കും. അതാണ് പൗലോസ് പറയണത്, കർത്താവുമായി യോജിക്കുന്നവൻ. എന്താ പറ്റും? അവനോടുകൂടെ ഏകാത്മാവായി തീരും. അപ്പോഴെന്നാ സംഭവിക്കണത്? 1 കൊരിന്ത്യർ 2:16 സംഭവിക്കും. എന്താണ്? ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് അറിയുന്നു. അപ്പോൾ ഈ അയാൻ കൂടി അന്വേഷിച്ച് എന്താ? യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ ഈ മകള്, ന്യൂസിലൻഡിലുള്ള മകള്, അവളുടെ ബ്രസ്റ്റിൻ്റെ ക്യാൻസറാണ്. അത് എന്താണ് എൻ്റെ പ്രതിവിധിയെന്ന് കർത്താവിൻ്റെ മനസ്സിലെ ഒരു കാര്യമുണ്ട്. അതാണ് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ടെന്ന് പറയത്തില്ലേ? നമ്മളുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ കൊണ്ടുപോകണം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം, അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിന്നെ 1 തെസ്സലോനിക്കർ 5:19 എന്താ? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അപ്പോൾ ദുഃഖിപ്പിക്കുക എന്ന് വെച്ചാൽ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നിർവീര്യമാക്കുക എന്ന് വെച്ചാൽ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ വളരെ ജാഗ്രതയോടെ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കർത്താവുമായിട്ടുള്ള സംയോഗം, അതിലൂടെ ദൈവത്തിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഉടമ്പടി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കർത്താവുമായിട്ടുള്ള അടുപ്പം. ഇതുകൊണ്ടാണ് ഇവർ ഇത്രയും കട്ടൻ്റെഡായിട്ട് പറയണത്. ഒരു കുഴപ്പമില്ല മോളെ, ഒരു കുഴപ്പമില്ല, നിന്നെ കാണാൻ ഒരാൾ വരും. അതെന്താണ്? അത് ഈശോയുടെ മനസ്സിലുള്ള സത്യമാണ്. ആ ഈശോയുടെ മനസ്സിലുള്ള സത്യം അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ മക്കളെ, ഈ ഒരു സാധ്യതയിലേക്ക് നമ്മൾ വളരണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ദൈവ മനസ്സിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വലിയ ബോധ്യത്തിലേക്ക് എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചേച്ചി ഒരു കാര്യം കൂടി ചെയ്യും. അതായത് അന്ന തോമസ് ഒരു കാര്യം കൂടി ഇവർ ചെയ്യും. ഇവർ ചെയ്യേണ്ടത് ഉടമ്പടി തൈലം എടുത്തിട്ട് മകളുടെ ബ്രസ്റ്റാണെന്നും പറഞ്ഞ് സ്വന്തം ബ്രസ്റ്റിൽ കുരിശ് വരക്കും. അതാണ് വേറൊരു കാര്യം.
ഇതെല്ലാം നിഗൂഢമായ രഹസ്യങ്ങളാണ്. ദൈവിക ആദ്യകാലം മുതൽ ഉള്ളതാണ്. ദൈവത്തോട് ഇങ്ങനെ ആൾക്കാർ അടുക്കുന്ന അനുസരിച്ചാണ് രഹസ്യങ്ങൾ വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ ചുമ്മാ ABCD ക്രിസ്ത്യാനിയായിട്ട് നടന്ന് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, കർത്താവ് നമ്മളോട് ഈ ലൂക്ക 5:5 പറഞ്ഞിട്ടില്ലേ, ആഴങ്ങളിലേക്ക് നീക്കി വലിയിറക്കാൻ. ആധ്യാത്മികതയിലെ ഒരു ആഴങ്ങളാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരെന്താ ചിന്തിക്കേണ്ടത്, ഇവർ സ്വന്തം ബ്രസ്റ്റ് മാതാവിൻ്റെ മകളുടെ ബ്രസ്റ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ബ്രസ്റ്റിൽ ക്യാൻസറുള്ള സ്ഥലത്ത് ഉടമ്പടി തൈലത്തിന് കുരിശ് വരക്കും. കുരിശ് വരക്കുമ്പോൾ നമ്മൾ എന്താണ് എക്സാക്റ്റായിട്ട് നമ്മൾ ചെയ്യണത്, എന്താണ് കുരിശ് എന്ന് പറയുമ്പോൾ ആരാണ്? കർത്താവ്. അത് വരക്കുമ്പോൾ എന്താ ചെയ്യണത്? അതെല്ലാം വചനമാണ്. നമ്മൾ എന്തെല്ലാം ചെയ്താലും നിങ്ങൾ ചെയ്യും, പക്ഷെ അത് എന്താണത്, എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് അറിയത്തില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സിസ്റ്റം മാഞ്ഞു പോയില്ലേ, മാതാവിളെ കൊണ്ട് വേറെ ലാബോറട്ടറി കാണിച്ചിട്ട് ആ മാമോഗ്രാം ഇല്ലാതെ അവളെ റിലീവ് ചെയ്ത് പോയിട്ടില്ലേ. പക്ഷേ അതൊക്കെ ഇവിടെ ഈ അമ്മ ചെയ്യണത് എന്താണ്? സ്വന്തം മകളുടെ ബ്രസ്റ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ബ്രസ്റ്റിൽ കുരിശ് വരക്കും. അതെവിടെ എന്താ സംഭവിക്കണത്? കുരിശ് വരക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിലല്ലേ കുരിശ് വരക്കണത്? കുരിശ് വരക്കണത് യേശുവിൻ്റെ നാമത്തിലാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കുരിശ് വരക്കുമ്പോൾ അത് പ്രഖ്യാപനമായിട്ടാണ് വരണത്. അത് വർക്കൗട്ട് ചെയ്യുന്നത് പ്രഖ്യാപനമായിട്ടാണ്. എന്താണ് പ്രഖ്യാപനം? പ്രഖ്യാപനം എന്ന് പറയുന്നത് ക്യാൻസറല്ല കർത്താവ് എന്നുള്ളതാണ് പ്രഖ്യാപനം. പിന്നെ ആരാ കർത്താവ്? യേശുവാണ് കർത്താവ്. റോമ 9:10 വചനം. ഇപ്പോൾ നമ്മൾ കുരിശ് വരക്കുമ്പോൾ അതിനകത്ത് ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം. ഇപ്പം നമ്മൾ ഒരു പാരസിറ്റമോൾ കഴിച്ചു, നമ്മൾ സുഖപ്പെട്ടു, നമുക്ക് അതേ അറിയാൻ പാടുള്ളൂ. പക്ഷേ ഡോക്ടേഴ്സിന് അതിൻ്റെ മോളിക്യൂൾസ് അറിയാം. ഏത് മോളിക്യൂൾസാണ് ഇവിടെ പനിയെ മാറ്റണമെന്ന് അറിയാൻ പറ്റും. അതുപോലെ ടെക്നിക്കലായിട്ട് വചനം അറിയണം. ഇപ്പോൾ അവരുടെ ബ്രസ്റ്റാണെന്ന് മകളുടെ ബ്രസ്റ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ബ്രസ്റ്റിൽ കുരിശ് വരക്കുമ്പോൾ എന്താ പറയണത്? യേശുവാണ് കർത്താവ്, ക്യാൻസറല്ല കർത്താവ്. അതാ റോമ 10:9. യേശു കർത്താവാണെന്ന് അതിനം കൊണ്ടേറ്റ് പറയുക. പിന്നെ എന്താ അവർ പറയണത്? ഡോക്ടർമാർ പറഞ്ഞതല്ല വചനം, ദൈവത്തിൻ്റെതാണ് വചനം. കാര്യം നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഡോക്ടർമാരുടെ വചനത്തിലൂടെ അല്ലല്ലോ, ദൈവവചനത്തിലൂടെയല്ലേ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലായിട്ടാണ് കാര്യം പോണത്. എന്താണ്? ഡോക്ടർമാരുടെ വചനത്തിലൂടെ അല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, കർത്താവിൻ്റെ വചനത്തിലൂടെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യേശുവാണ് കർത്താവ്, ക്യാൻസർ അല്ല കർത്താവ് എന്ന് പറഞ്ഞാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ അയാങ്കുടിയിലുള്ള ചേടത്തിയുടെ ബ്രസ്റ്റിൽ ഈശോയുടെ നാമത്തിൽ കുരിശ് വരക്കുമ്പോൾ ന്യൂസിലൻഡിലുള്ള മകൾ സുഖപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം ഈ അകലം ഇങ്ങനെ അടുപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. യേശു നാമത്തിൻ്റെ ഇപ്പോൾ അത് പറയണത് എഫേസ്യൻസാണ്. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. യേശുവെ എഫേസ്യൻസ് 2:13 എന്താ പറയണത് നമുക്ക് സാധിക്കും. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. അപ്പൊ എത്ര കിലോമീറ്റർ അകലെയുള്ള വിഷയമാണെങ്കിലും ശരി, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ വിദൂരസ്ഥരെ സമീപസ്ഥരാക്കും. കാര്യം എന്താണ്? ന്യൂസിലൻഡിലുള്ള മകളെ അയാങ്കുടി കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ. അതാണ് പറയുന്നത്, യേശുക്രിസ്തുവിൽ രക്തം വഴി വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ മരണം വഴി. ആ മരണത്തിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്, മരണമല്ലേ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, അല്ലേ? നമ്മുടെ വിശ്വാസത്തെ മഹാരഹസ്യം എന്താണ്? കർത്താവ് എങ്ങനെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ഉയർപ്പിൽ വിശ്വസിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? വരവ് കാത്തിരിക്കുന്നു. അതാണ് സംഭവം. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ അങ്ങനെയാണ്. എന്താണ്? യേശുവിൻ്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യും? വിദൂരസ്ഥരെ സമീപസ്ഥരാകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലും എല്ലാ ദേശങ്ങളിലേക്കും ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അകന്നു പോയിരിക്കുന്ന എൻ്റെ കൂടപ്പിറപ്പുകളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുവാനും യേശുക്രിസ്തുവിലെ അവരുമായി സമീപസ്ഥമായ ആത്മബന്ധത്തിന്റെ അഭിഷേകം എനിക്ക് നൽകണമേ. പ്രാർത്ഥിക്കുമ്പോഴേ
പ്രാർത്ഥിക്കുമ്പോഴേ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ ഞങ്ങൾ യേശുക്രിസ്തുവിൽ അടുപ്പം അനുഭവിക്കുവാൻ സ്ഥലകാലങ്ങളെ ജീവിക്കുന്ന ദൈവ ചൈതന്യമേ യേശുക്രിസ്തുവേ ഇറങ്ങി വസിക്കണമേ. ഇതിപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, സ്ഥലത്തിൻ്റെ വിഷയം. ഇനി ഇവരുടെ ജീവിതത്തിൽ വേറൊരു വിഷയമുണ്ട്. ഈ മകളുടെ കാര്യം, ഈ സുഖപ്പെട്ട മകളില്ലേ, ആ മകൾക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് PR-ന് 1 വർഷം എടുക്കും PR കിട്ടാൻ. ഈ PR ഉടമ്പടി കഴിയുമ്പോൾ 1 വർഷം എടുത്ത് പെർമനൻ്റ് റെസിഡൻസ് കിട്ടേണ്ട ആൾക്ക് 29 ദിവസം കൊണ്ട് പെർമനൻ്റ് റെസിഡൻസ് കിട്ടാം. അതായത് 1 വർഷമാണ് സാധാരണ എടുക്കുന്നത്, ചിലർ 2 വർഷം വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സമയം എടുക്കുമ്പോൾ ഉടമ്പടി കഴിയുമ്പോൾ 29 ദിവസം, 1 മാസം പോലും എടുക്കുന്നില്ല, 29 ദിവസം കൊണ്ട് ഈ PR കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മളെന്താ പറഞ്ഞത്, സ്ഥലം സ്വിറ്റ്സർലൻഡും അയാങ്കുടിയുമുള്ള സ്ഥലത്തിൻ്റെ ഒരു അകലമുണ്ട്. ആ അകലം ഇങ്ങനെ ഉടമ്പടി കുറക്കും. പിന്നെ എന്തു ചെയ്യും, സമയത്തിൻ്റെ ദൂരവും കുറക്കും. 1 വർഷം എന്നുള്ളത് വെറും 29 ദിവസമായിട്ട് കുറച്ചുകൊണ്ട് വരും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കുറക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഫോർമുല അങ്ങനെയാണ്. കനാല കല്യാണ വേദിയിൽ ഈശോ എന്താ പറയണത്, എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് അമ്മ പറയണത്, ആകാത്ത സമയം ആക്കിയെടുക്കാൻ അമ്മ എന്താ പറയണത്, അവൻ പറയണ പോലെ ചെയ്യാൻ, ഉടമ്പടി ചെയ്യാനാണ് പറയണത്. അത് ഉടമ്പടിയില്ല, അവൻ പറയണ പോലെ എന്താ ചെയ്യണത്, അവൻ പറയണ ഉടമ്പടി എന്താ അമ്മ ചെയ്യണത്, ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാം നമ്മൾ പറയുകയാണ്. അപ്പോഴെന്താ, ആകാത്ത സമയം ആകെ എടുക്കും. 1 കൊല്ലം PR-ന് വേണ്ടിയുള്ളത് 29 ദിവസമായിട്ട് കുറച്ച് കൊടുക്കും. അതെന്താ വെച്ചാൽ ഇതെല്ലാം ഇതിൻ്റെ ലോഞ്ചിങ് പാഡ്. ഇത് ലോഞ്ചിങ് പാഡ് എന്ന് പറയണത് ഈ ഗ്രേറ്റ് മദറാണ്, ഈ അന്ന തോമസ് എന്ന് പറഞ്ഞ ആളാണ്. ഇവരാണിത് മോഡുലേറ്റ് ചെയ്യണത് മുഴുവനും. അതായത് ഉടമ്പടി എടുക്കുന്നയാൾ പക്ക പെർഫെക്റ്റ് ആണെങ്കിൽ ഈ വിഷയങ്ങളുടെ എല്ലാം ഇതുപോലെ സ്ഥലമില്ല, അവിടെ കാലമില്ല, എല്ലാത്തിനും എന്നെ കൺസൈസ് കൊണ്ടുവരും. ചില ആൾക്കാർക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്ത വിശ്വാസമാണ്. ഒക്കുമായിരിക്കും, കൊടുത്താൽ കൊള്ളാം, കിട്ടിയാൽ ഊട്ടി, പോയാൽ ചട്ടി, ഇങ്ങനെ വാദപ്പന് വിശ്വാസക്കാരുണ്ട്. അവർക്കാണ് ഈ സാധനം ഇത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഇതിന് വേണ്ടത് സാധാരണ വിശ്വാസം പോരാ. എന്ത് വേണം, ഗ്യാരൻറ്റീഡ് ഫെയ്ത്ത് വേണം. ഗ്യാരൻറ്റീഡ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഈ വിശ്വാസം, ഈ ഇപ്പോൾ മുക്കുപണ്ടവും സ്വർണവും തമ്മിൽ എന്താ വ്യത്യാസം, മുക്കുപണ്ടവും സ്വർണവും തമ്മിൽ എന്താ വ്യത്യാസം, ഉരച്ച് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ മാറ്റ് ഒരിക്കലും കുറയത്തില്ല. അപ്പോൾ ഈ വിശ്വാസത്തിൽ തന്നെ മാറ്റ് കുറയാത്ത വിശ്വാസമുണ്ട്. അതായത് സ്ഥിരമായിട്ട് എല്ലാ സമയത്തും ഒരേ മൂല്യം, എല്ലാ സമയത്തും ഒരേ മൂല്യമാണ്. അതാണ് സ്ഥിരതയുള്ള വിശ്വാസം എന്ന് പറയണത്. ഈ സ്ഥിരതയുള്ള വിശ്വാസത്തിനാണ് ഇതുപോലെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളത്. സ്ഥിരതയുള്ള വിശ്വാസം, സാധാരണ ലളിത വിശ്വാസമുണ്ട് ആൾക്കാർക്കൊക്കെ ഉള്ളത്. 80% ലളിതമായ വിശ്വാസമാണ്, ലളിതമായ വിശ്വാസം. അപ്പോൾ മറ്റേ ആളെ കണ്ടില്ലേ, ആ 9:22 മർക്കോസിൻ്റെ സുവിശേഷം 9:22 അപസ്മാരോഗിയുടെ അപ്പൻ ഈശോയോട് പറയുന്നത് എന്താണ്, ഇത് എൻ്റെ മകൻ തീയിലും വെള്ളത്തിലും വീഴുകയാണ്, അപസ്മാരം ബാധിച്ച്. അപ്പോൾ ഞാൻ നിൻ്റെ ശിഷ്യന്മാരത് വരെ കൊണ്ടുവന്നു, അവർക്ക് ഒന്നും കഴിഞ്ഞില്ല, നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നിക്കണം. അതാണ് ഈ ABCD വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ് ലളിത വിശ്വാസം? എന്താ അവിടെ എന്താ പറഞ്ഞ മർക്കോസ് 9:22 നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ. അപ്പോൾ അവിടെ കർത്താവിലുള്ള വിശ്വാസം അയാൾ അത്രയ്ക്ക് കട്ടറായിട്ട് പ്രഖ്യാപിക്കണില്ല. അതുകൊണ്ട് കർത്താവ് അത് റിമാർക്ക് ചെയ്ത് കർത്താവ് അയാളോട് ചോദിച്ചു, കഴിയുമെങ്കിലെന്നോ എന്നാണ്, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കും. അപ്പോഴാ മനുഷ്യൻ 9:24 മർക്കോസിൻ്റെ സുവിശേഷം 9:24 എന്താ പറയണത്, കർത്താവേ അബദ്ധം പറ്റിയതാണ്, എനിക്ക് ഇങ്ങനെ ഒന്നും പരിചയമില്ല, അവിശ്വാസിയാണ്, ഇപ്പം എൻ്റെ അവിശ്വാസം പരിഹരിക്കണം. നീ പറയണ പോലെ ഞാനൊക്കെ എത്ര കൊണ്ട് വലിയ അവിശ്വാസിയൊന്നുമല്ല, അവിശ്വാസിയാണ്,
അതാണ് 9:24. അയാൾ പട്ടാങ്കി പറയുന്നുണ്ട് കർത്താവിൻ്റെ, കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം, എന്നെ രക്ഷിക്കണം. പക്ഷേ അത് അയാൾ ഒരു മാന്യതയോട് സംസാരിച്ചത് കൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നീ വിചാരിച്ചത് നിനക്ക് സംഭവിക്കുമെന്ന് പറയും. കാര്യം എന്താ, അയാളുടെ അവിശ്വാസം അയാൾ ഏറ്റുപറഞ്ഞു. ഈ വിശ്വാസം അല്പം പമ്മി നിൽക്കണമെങ്കിലും നിങ്ങളത് സത്യം മനസ്സിലാക്കി ഏറ്റുപറയുകയാണെങ്കിലേ, അല്ലാതെ നിങ്ങൾ ദൈവമായിട്ട് തർക്കുക, പിന്നെ വിശ്വാസം കൊണ്ടാണ് ജീവിക്കണത്, വിലയെടുത്തിട്ടല്ലേ ജീവിക്കണത്. ഇങ്ങനെ ചില കോമരങ്ങളുണ്ട് നാട്ടിൽ, വീട്ടിലുണ്ടാവും പിശാചുകൾ. അതായത് വിശ്വാസം കൊണ്ടാണ് ജീവിക്കണത്, മനുഷ്യൻ വിലയെടുത്തിട്ടല്ലേ ജീവിക്കണത് എന്ന് വിഡ്ഢിയാന്മാർ പറയും. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ, അവനൊക്കെ ഈ ജന്മത്തിൽ ദൈവത്തിൻ്റെ ഒരനുഭവം ഉണ്ടാകത്തില്ല. എന്താ കാര്യം, ഇതൊക്കെ ഈശോ ഭയങ്കരമായിട്ട് വില കൊടുത്തിരിക്കുന്ന സംഭവമല്ലേ. ഒന്ന് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഒന്ന് കുറഞ്ഞ 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാണ് വിഷയം. അതായത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അതിന് പേയ്മെൻറ്റ് നടത്താൻ കഴിയാത്ത ആൾക്കാരുമായിട്ട് വിശ്വാസത്തിന് ബന്ധങ്ങളില്ല, അവകാശങ്ങളില്ല, ഒന്നുമില്ല. ഈ ദൈവം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ വിശ്വാസം. ഇപ്പം നമ്മുടെ അപസ്മാര രോഗിയുടെ വിശ്വാസം കണ്ടില്ലേ, അപ്പൻ്റെ വിശ്വാസം കണ്ടില്ലേ, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണം, എന്നോട് കരുണ തോന്നണം. അപ്പം കർത്താവ് അവൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ചു. ഇത് പക്ഷേ ഈ അവിശ്വാസത്തെ പരിഹരിച്ചെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഈ അവിശ്വാസത്തെ പരിഹരിച്ചു, അതിനൊരു റേറ്റിംഗ് ഉണ്ട്. സാധാരണ ലെവലിലുള്ള വിശ്വാസമാണത്. പക്ഷേ ഹെവി ഡ്യൂട്ടി, ഇത്തിരി ഇമ്മിനി വലിയ കാര്യം ചെയ്യാൻ സാധാരണ വിശ്വാസത്തിന് പുള്ളിങ് ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്, ഇവന് ഇപ്പോൾ വിശ്വാസമുണ്ട്, അവനിപ്പോൾ ഒരു അത്യാവശ്യം വന്നപ്പോൾ, മകന് അപസ്മാരം വന്നപ്പോൾ അവനൊരു അഭ്യാസം കർത്താവിനടുത്ത് കാണിച്ച്, കുറച്ച് അവിശ്വാസമൊക്കെ കാണിച്ച്, പിന്നെ വിശ്വാസമൊക്കെ കാണിച്ച് തൽക്കാലം കാര്യം കണ്ടുകൊണ്ട് പോയി. ഈ ആളെ പിന്നെ ഒരു കാലത്തും ദൈവം കാണത്തില്ല. കാര്യം എന്താണ്, ഇനി ഇയാളെ കാണണമെങ്കിൽ ഇയാൾക്ക് അടുത്ത മകന് അപസ്മാര രോഗം വരേണ്ടി വരും. അതാണ് വിഷയം. ഇതിനാണ് ബേസിക് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബേസിക് ഫെയ്ത്തുകാരെ എപ്പോഴെങ്കിലും ഒരു ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് കടിച്ചു തൂങ്ങി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം. കാര്യം വെച്ചാൽ ദൈവത്തിന് ഇപ്പോഴൊരു മൂല്യമുണ്ട്, ആ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. പെർമനൻ്റ് കണക്ഷൻ ഇല്ല. ചില ആൾക്കാർക്ക് പണ്ട് കണക്ഷൻ, നാട്ടിൽ കല്യാണത്തിൽ കണക്ഷൻ ഇല്ലാഞ്ഞ ആൾക്കാരുണ്ടല്ലോ. കറണ്ട് ഇപ്പോൾ എല്ലാവർക്കും ആയതൊക്കെ ഒരു 10 കൊല്ലം ആയുള്ളൂ എല്ലാവർക്കും കറണ്ടായിട്ട്. പക്ഷേ കറണ്ടില്ലാത്ത വീടുകൾ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടവകയിൽ ഞാനിരുന്നത് 2015. 2015 എൻ്റെ പള്ളിയുടെ നേരെ മുമ്പിലുള്ള വീട്ടുകാർക്ക് പ്രത്യേക സാഹചര്യത്തിൽ കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ജില്ലയിൽ എല്ലാവർക്കും കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കണക്ഷൻ കൊടുത്തു. ഞങ്ങളത് മാസ് പെറ്റീഷൻ കൊടുത്തു KSBയിൽ. അപ്പം അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത വീടുകളുണ്ടാകുമായിരുന്നു. പക്ഷെ അവിടെ വീടൊക്കെ കല്യാണം വരുമ്പോൾ എന്തു ചെയ്യും, അടുത്ത വീട്ടിൽ നിന്ന് താൽക്കാലിക കണക്ഷൻ എടുക്കും. അടുത്ത വീട്ടിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി ഒരു താൽക്കാലിക 3 ദിവസത്തേക്ക് ഒരു താൽക്കാലിക കണക്ഷൻ എടുക്കും. അടുത്ത വീട്ടിൽ നിന്ന് വേറെ വിളിച്ചൊക്കെയാണ് KSBയുടെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് പട്ടാങ്ങിയൊക്കെ പറഞ്ഞിട്ട് ചെയ്യണ പരിപാടിയാണ്. അപ്പം ചില ആൾക്കാരുടെ വിശ്വാസം ഈ താൽക്കാലിക വിശ്വാസമാണ്. ദൈവം ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദൈവം എന്താ പറയണത്, നിൻ്റെ വിശ്വാസം ഗ്യാരൻറ്റീഡ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിരിക്കണം, പെർമനൻ്റ് ആയിരിക്കണം എന്ന് പറയും. പെർമനൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും. ചില 10 കൊല്ലം കഴിയുമ്പോൾ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നിൻ്റെ പെറ്റ അമ്മയാണെന്ന് വിചാരിച്ചു, അമ്മയുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ നിന്നൊക്കെ റിലേഷൻ ചിലപ്പോൾ നാത്തൂനായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ റിലേഷൻസൊക്കെ തന്നെ പോലും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കിടക്കും, സ്ഥിരത ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവത്തിന് ഇങ്ങനെ സ്ഥിരതയില്ലാത്ത റിലേഷൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഒരു വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ?
ഭൂമിയിൽ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു കാലം നമുക്കുണ്ടായിരുന്ന റിലേഷൻസ്, പിന്നെ നിന്നോ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല, ഈ വഴിയൊക്കെ നീ ഓർക്കൊണ്ടാന്ന് നമ്മളെ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഡയലോഗ് ഇതാണ്, നിന്നെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല, ഈ വഴിയൊക്കെ നീ മറന്നുപോയാ എന്ന് ഞാൻ ചിന്തിക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ നമ്മുടെ റിലേഷൻസ് ബ്രേക്കഡായെന്ന് അർത്ഥം. സ്വന്തം അമ്മയാണേ, ഓർത്തേക്കണേ. അപ്പോൾ ഈ റിലേഷൻസ് ഇങ്ങനെ ഉണ്ടത് സ്ഥിരമല്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ വഴി പോകും. അപ്പോൾ ഇതുപോലെ ഇപ്പം ദൈവം പക്ഷേ ഇങ്ങനെയുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണില്ല. വിശ്വാസി കൃത്യമായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം. നാട്ടിൽ കിടന്ന് കളിക്കണ കളി കർത്താവുമായിട്ട് കളിക്കുക ഏക്കത്തില്ല. ദൈവം എങ്ങനെയുള്ള വിശ്വാസമാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? യാക്കോബ് 1:3. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കണമെന്ന് അറിയാമല്ലോ. യാക്കോബ് 1:3 എന്ന് പറഞ്ഞ് എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പൊ 2 തരം വിശ്വാസമാണ് ഇവിടെ വരണത്. എന്താണ്? ഒന്ന് ലളിതമായ വിശ്വാസവും കുറച്ച് അവിശ്വാസമൊക്കെ ആയിട്ട് കൂടുന്ന വിശ്വാസം. ഇത് ഒക്കേഷണലാണ്, ടെമ്പററി കണക്ഷനാണിത്, പെർമനൻ്റ് അല്ല. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷിക്കപ്പെട്ട വിശ്വാസമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പട്ടുംപാടി സിഗരറ്റും വലിച്ച് നടക്കുന്ന വിശ്വാസമല്ല, പരീക്ഷിക്കപ്പെട്ട വിശ്വാസം. അതിലെന്താ സംഭവിക്കണം? പരീക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ എന്താ സംഭവിക്കണത്? ഇപ്പം തന്നെ കണ്ടില്ലേ, അവരുടെ വിശ്വാസം എന്താ? പരീക്ഷിച്ചു, ഒക്കെ കുടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ക്യാൻസറായി. അതെന്താണ്? അതോടുകൂടി അമ്മയും മകളുടെയും വിശ്വാസം പരീക്ഷിച്ചു ദൈവം. എന്ത് പറ്റി? അതാണ് യാക്കോബ് 1:3 പറയണത്. വിശ്വാസം എന്ന് പറഞ്ഞേ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ നിന്റെ വിശ്വാസത്തെ ദൈവം പെർമനന്റ് ഫെയ്ത്ത് ആയിട്ട് അംഗീകരിച്ചു. അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. അത് PR പോലെ പെർമനന്റ് റെസിഡൻസാണ്. പെർമനന്റ് റെസിഡൻസ് ആയാൽ മാത്രമേ പിന്നെ ലോൺ കിട്ടത്തുള്ളൂ, ഇല്ലേ? പല പ്രശ്നങ്ങളാണ്. ഗവൺമെൻറ് വാടക എല്ലാ ഡീലീസിനും പെർമനൻസ് ചോദിക്കും. വാടകക്കാരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ കാര്യവും. വിശ്വാസത്തിന് പെർമനൻസി, സ്ഥിരത ലഭിക്കണമെങ്കിലേ വെറുതെ ഇരുന്ന് സ്ഥിരത ഒന്നും ലഭിക്കത്തില്ല. നീ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, അല്ലെങ്കിൽ കുർബാനയ്ക്കുള്ള പാട് സ്വീകരിച്ചു, നിൻ്റെ 4ാം ക്ലാസ്സിൽ വെച്ച് സ്വീകരിച്ചു. അതിനുശേഷം നീ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കൂടി അങ്ങനെയൊക്കെ നടക്കുകയാണ്. പക്ഷേ ഈ വിശ്വാസത്തിന് വേണ്ടി അവിടെ വർക്ക് ചെയ്തിട്ടില്ല, ഒന്നും വർക്കും നടത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കുർബാനയ്ക്കുള്ള പാഠം ഉണ്ടായിരുന്ന വിശ്വാസം തന്നെ ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഇതിന് മൂല്യം കുറവാണ്. അതാണ് വിഷയം. മൂല്യം കുറവാണ്. ചെമ്പ് ചേർന്ന സ്വർണത്തിന് വില കുറവല്ലേ? ഇപ്പോൾ 24 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തങ്കമാണത്. എന്നാലും ഒരു 18 ക്യാരറ്റൊക്കെ വേണം സ്വർണമെന്ന് പറയണമെങ്കിൽ. 17 ചെമ്പൊക്കെ കൂടുന്നതനുസരിച്ച് 17, 16 ഒക്കെ ആവും, താഴേക്ക് പോകും. പിന്നെ ചെമ്പ് കൂടുന്നതനുസരിച്ചുകൊണ്ട് ക്യാരറ്റ് മൂല്യം കുറയും, ചിലപ്പോൾ അവരെടുക്കത്തുമില്ല. അപ്പോൾ ഈ വിശ്വാസത്തിനകത്ത് ഇതുപോലെ ചെമ്പും സ്വർണ്ണമൊക്കെ ഉണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് പരീക്ഷണങ്ങളെ അതിജീവിക്കണം. അതാണ് പത്രോസ് പറയണത്. 1 പത്രോസ് 1:7. 1 പത്രോസ് 1:7. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അവിടെയാണ് പ്രശ്നം. വിലയേറിയെന്നാണ് പറയണത്, വിലയേറിയതായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അതായത് പരീക്ഷകളെ അതിജീവിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല, തീർന്നു പരിപാടി. പരീക്ഷകളെ അതിജീവിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല.
എന്താണ് അതിജീവിക്കാനൊന്നും ഉണ്ടാകത്തില്ല. എല്ലാം കഴിഞ്ഞ കടലാസ് പോലെ ഈ ടെർമോക്കോളൊക്കെ കത്തിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്നും ഉണ്ടാകത്തില്ല ബാക്കി. ചില ആൾക്കാരുടെ ഫെയ്ത്ത് ടെർമോക്കോൾ ഫെയ്ത്താണ്. കത്തിച്ച് ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോയാൽ, ഇപ്പോൾ ഈ മാമോഗ്രാഫിൻ്റെ കേസിൽ അതാണ് പരീക്ഷണം. ആ മാമോഗ്രാഫിൻ്റെ വിഷയം വേറെ ആർക്കെങ്കിലാണ് വന്നിരുന്നെങ്കിൽ അതിനാലേ അവർ ടെൻഷൻ അടിച്ച് ചത്തുപോയേനെ. കാര്യം എന്താണ്? പ്രാർത്ഥിക്കത്തില്ല. ഒന്ന് വന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്ന് നോക്ക്. എല്ലാവരും ചോദിക്കണേ, ദൈവമേ 24 മണിക്കൂറും ദൈവം എന്ന് പറഞ്ഞ് എനിക്കാണല്ലോ കോവിഡ് വന്നതെന്ന് പറയും. അപ്പോൾ പള്ളിയിലെ വട്ടക്കാരനും ഇല്ല, ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത അവനൊക്കെ ആരോഗ്യമായിട്ട് അടക്കണമെന്ന് പറയും. അതോടുകൂടി നിൻ്റെ പരിപാടി തീരുവൻ. എന്താ കാര്യം? ഈ വായിരിക്കുന്ന നാക്ക് കൊണ്ടാണ് പലരും പണി മേടിക്കുന്നത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കണമെന്ന് കർത്താവിന് അറിയാമല്ലോ. കർത്താവ് പറഞ്ഞ വാക്കല്ലേ അത്? ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവ് വലിയ പ്രബോധനങ്ങൾ നൽകുന്നതിനുണ്ട് സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ ശ്രുതിക്കുന്നു. കർത്താവേ കരങ്ങൾ ഉയർത്തി ശക്തമായി ശ്രുതിക്കട്ടെ. കർത്താവിന്റെ കൃപയൊഴുകട്ടെ. കർത്താവേ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇപ്പോൾ തത്സമയം നിയോഗം അർപ്പിക്കുന്നപ്പോൾ കർത്താവ് കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാല്യൂ ആഡഡ് റിസോഴ്സസ്, അതായത് എന്താ പറയണത്, മൂല്യവർദ്ധിത വിഭവങ്ങൾ. ഇപ്പോൾ ചില വിഭവങ്ങൾ, ഇപ്പോൾ ഒരു നാരങ്ങ അല്ലേ, നാരങ്ങയ്ക്ക് 1 രൂപ വില. എന്ത് വിലയാണെന്ന് എനിക്കറിയത്തില്ല, സത്യമായിട്ട് അറിയാൻ പറ്റില്ല. അതായത് ഒരു നാരങ്ങയ്ക്ക് 1 രൂപ വിലയാണെന്ന് വിചാരിച്ചോ, അത് അച്ചാറിട്ട് കഴിയുമ്പോൾ 3 രൂപയാകും ഇല്ലേ? ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകും. അതിന് നമുക്ക് കഞ്ഞിയെങ്കിലും അതുകൊണ്ട് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വില കൂടും. 3 രൂപയ, ചിലപ്പോൾ 5 രൂപയും ആയെന്ന് വരും. ഇതാണ് മൂല്യവർദ്ധിതം എന്ന് പറയണത്. അതായത് വാല്യൂ ആഡഡ്. നിലവിലിരിക്കുന്ന വാല്യൂവിനെ ആഡ് ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് വാല്യൂ ആഡഡ് ഫെയ്ത്ത് എന്ന് പറയും. വാല്യൂ ആഡഡ് ഫെയ്ത്ത്, നിലവിലുള്ള ലളിത വിശ്വാസമില്ലേ, ആ ലളിത വിശ്വാസത്തിൽ ദൈവത്തിന് തിരുസന്നിധിയിലെ വാല്യൂ ഉള്ള വിശ്വാസമായിട്ട് ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും. അതെങ്ങനെയാണെന്നാണ് 10 ദിവസം പറഞ്ഞത്. എങ്ങനെയാണ്? അത് 1:10:1:7 എന്താ പറഞ്ഞത്? അഗ്നിശോധന ചെയ്ത സ്വർണത്തേക്കാൾ വാല്യൂ ആഡഡ് ആണ്, മൂല്യവർദ്ധിതമാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിൻ്റെ വിശ്വാസം. അപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ ഉണ്ടായി കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ അതായത് കഴിഞ്ഞ ഡിസംബറിൽ, അപ്പോൾ എനിക്ക് 15 കൊല്ലമായിട്ട് ശ്വാസം മുട്ടലുണ്ട്. 15 87 തുടങ്ങിയതാണ്. അപ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ വല്ല കോവിഡ് വന്ന പിന്നെ ശ്വാസം മുട്ടക്കാരുടെ ആൾക്കാർക്കാണല്ലോ പണി കിട്ടണമെന്ന് പറയും. അപ്പോൾ എനിക്ക് 10 കൊല്ലമായിട്ട് കിഡ്നിയുടെ അസുഖമുണ്ട്. മാതാവ് കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് മാത്രം ഞാൻ സർവൈവ് ചെയ്യുകയാണ് ഇതിനെ എല്ലാത്തിനെയും. അപ്പോൾ ഈ ശ്വാസം മുട്ടലും എനിക്കുണ്ട്, വലിവിൻ്റെ രോഗമുണ്ട്, കിഡ്നിയുടെ രോഗമുണ്ട്. എന്നിട്ട് എനിക്ക് നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ എനിക്ക് കോവിഡും പിടിച്ചു. എനിക്ക് ഈ 3 രോഗമുണ്ട്. ഈ 3 രോഗമുള്ളവർ സർവൈവ് ചെയ്യത്തില്ല. ഈ 3 രോഗം വെച്ചാൽ ഈ 2 രോഗങ്ങളുള്ള ആൾക്കാരാണല്ലോ മരിക്കണത്. പക്ഷേ ഈ 2 രോഗമുള്ളവർക്ക് ഈ രോഗം കൂടി വരുമ്പോഴാണല്ലോ അവർ മരിക്കണത്. പക്ഷേ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ആ സമയത്തെല്ലാം. ഹാപ്പി എന്നല്ല, ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ പ്രെയർ ചെയ്തു. എന്താ കാര്യം? കൃപാസന അമ്മ അറിയാതെ ഒരു സംഭവം നടക്കത്തില്ല. കർത്താവ് എൻ്റെ ശരീരത്തെ തൊടാൻ അനുവദിക്കത്തില്ല ആരെയും. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചിട്ടാണ് അത് സംഭവിക്കണത്. അമ്മയുടെ നിരീക്ഷണം ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. ആ ടൈം മുഴുവൻ ഞാൻ ബൈബിൾ വായനയായിരുന്നു. മുഴുവനും മുറി അടച്ചിട്ട് 24 മണിക്കൂറും ആരോടും സംസാരിക്കും, ബൈബിൾ വായിക്കും. അതുപോലെ ജപമാലയും ചെല്ലും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പവർഫുള്ളായി, ശരിക്കും മുമ്പത്തേക്കാൾ പവർഫുൾ. ഇതാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ഈ ബൈബിളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് അച്ഛന് ഇതൊക്കെ സംഭവിച്ചാൽ അച്ഛൻ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ എനിക്കിത് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യണമെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അറിയാം. അല്ലെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ബാർഗെയിൻ ചെയ്യാമല്ലോ. ഞാൻ വേറെ ഓരോരുത്തും പോണില്ല.
ഞാൻ 24 മണിക്കൂറും കൃപാസനത്തിൽ ആൾക്കാരെ ഒരു 150 പേരെ വെച്ച് കാണുമായിരുന്നു ഒരു ദിവസം, ആ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ. പക്ഷേ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല കർത്താവിനോട് അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ. കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് മണ്ടന്മാരാ തർക്കിക്കണമെന്ന്. അല്ലാത്തൊരു ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? മാതാവിനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ദൈവത്തിന് ഈ വിഷയത്തെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് കർത്താവ് നിങ്ങളുടെ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തരണതാണെന്ന് മനസ്സിലാക്കണം. എന്താണ്? വാല്യൂ ആഡ് ചെയ്യാൻ. വാല്യൂ ആഡ് ചെയ്യാനെന്ന് പറയുമ്പോൾ വെള്ളി പോലെ ഇരുന്ന വിശ്വാസത്തിന് ഇപ്പം ഒരു പരീക്ഷണം കഴിഞ്ഞ് അതിൽ ജയിച്ച് പരീക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ല, ജയിക്കണമേ അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞാലും നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, ദൈവസ്നേഹമൊക്കെ നിൽക്കണം. ഈ കാലഘട്ടങ്ങളിൽ പരാതികളോ തർക്കങ്ങളോ വ്യഗ്രതകളോ നിരാശകളോ മറ്റുള്ളവരോട് സങ്കടം പറയുന്നത് ഒന്നും പാടില്ല. നിശബ്ദതയാണ്. മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വന്ന് 2:19 2:52 പറയുന്നത് അതാണ്. ഞാൻ അമ്മടിക്കുന്ന പഠിച്ചാണ് ഇതെല്ലാം. ഈ വിഷയങ്ങളെല്ലാം ഞാൻ ആരും എന്നൊക്കെ പറഞ്ഞു തന്നതല്ല, അമ്മടിക്കുന്ന പഠിച്ചതാണ്. ഇത്തിരി ജീവിതത്തെ കുറച്ച് ബോയിലിംഗ് ആയി കഴിയുമ്പോൾ, തിളച്ച് മറിയുമ്പോൾ അമ്മ നിശബ്ദമായിരിക്കും. എന്താ കാര്യം? ആ തിളച്ച് മറിയലിന് ശേഷം അമ്മയ്ക്കുണ്ടാകുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, ഭയങ്കര കപ്പാസിറ്റിയാണ്. അതിലൂടെയാണ് ഈ ഉടമ്പടിയിൽ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് നിനക്ക് എന്ത് എന്നാണ് ചോദിക്കണതേ. എന്നുവെച്ചാൽ ആ നൂറ്റാണ്ടിൽ ആ പറയണ കാര്യം നടക്കില്ലെന്നർത്ഥം. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ ചോദിക്കണത് എന്താണ്? എനിക്ക് നിനക്ക് എന്ത്? ഇതെൻ്റെയും നിൻ്റെയും കാര്യമില്ല. എന്നുവെച്ചാൽ പോയി പണിതൊക്കാൻ പറയുന്ന അർത്ഥം അല്ലേ? അതിൻ്റെ അർത്ഥം അല്ലേ? അതിൻ്റെ ടോണതല്ലേ? എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ട് നമ്മുടെ രണ്ടുപേരുടെയും വിഷയമല്ല, പിതാവിൻ്റെ വിഷയമാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. എന്താണ്? അവരുടെ ഫെയ്ത്ത് സർവൈവ്ഡ് ഫെയ്ത്താണ്. അവരുടനെ പരിശുദ്ധാത്മ പറയും മേരി പ്രശ്നമൊന്നുമില്ല, അവൻ പറയണവർ ചെയ്യാൻ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നോട്ട് കൊടുക്കും. അങ്ങനെയാണ് ഉടമ്പടി ഉണ്ടാകണത്. അവൻ പറയണ പോലെ ചെയ്യണത്. എന്നുവെച്ചാൽ നമുക്ക് ക്ഷീണം വന്നാലും രോഗം വന്നാലും നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അവിടെയാണ് വിഷയം വന്നത്. എങ്ങനെയാണ് ഒരു പരീക്ഷണത്തെ അതിജീവിക്കണത്? എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള ഫെയ്ത്തിനെ നിലവാരമുള്ള ഫെയ്ത്താക്കി മാറ്റണത്, വിശ്വാസമാക്കി. അപ്പോൾ നിലവിലുള്ള വിശ്വാസത്തെ നിലവാരമുള്ള വിശ്വാസമാക്കി മാറ്റണത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്താണ്. അവൻ പറയണ പോലെ ചെയ്യും. പക്ഷേ ചില ആൾക്കാർ ചെയ്യണത് പിറുപിറുത്തോണ്ട്. ദൈവത്തിന് ഇതുപോലെ കലിയുള്ള ഒരു കാര്യമില്ല. പിറുപിറുപ്പ്, ബുദ്ധിബോധമില്ലാത്ത ആയിട്ടുള്ള വിശ്വാസികൾ ഇങ്ങനെ പിറുപിറുത്തോണ്ട് നടക്കും, ഓരോ കാര്യവും പറഞ്ഞ്. അല്ലാത്തൊരു ബുദ്ധിബോധമുള്ളൊരു വിവേകമുള്ളൊരു നിശബ്ദത പാലിക്കും. എന്താ കാര്യം? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുകയുള്ളൂ, ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമെന്ന്. ഇപ്പോൾ 57-ാം സങ്കീർത്തനം വരും. ഒന്ന് വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 27 തിരുവചനം 1 അവസാനത്തിലാണേ ഏറ്റു പറഞ്ഞ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അതായത് വിനാശത്തിന്റെ കാലം ഉണ്ടാകുമെന്നെ അർത്ഥം. അപ്പോൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലെ അഭയം പ്രാപിക്കും. എപ്പോഴാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകണത്? പോയി കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നുവെച്ചാൽ ഞാൻ പ്രാർത്ഥനയിലും അനുധ്യാനത്തിലും വിശുദ്ധിയിലും വിശ്വാസ പ്രഖ്യാപനത്തിലും ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കുമെന്നാണ്. അല്ലാതെ നമ്മൾ മഴയത്ത് വല്ല വീട്ടിലും കയറി വെച്ചും ഇടക്കിടക്ക് മഴ കുറഞ്ഞാന്ന് പറഞ്ഞ് കൈയും കാലിട്ട് അടിക്കത്തില്ലേ? അതുപോലെ വിനാശം നടക്കുന്ന സമയത്ത് ഇടക്കിടക്ക് കൈയും കാലിട്ട് നോക്കും. മഴ കുറഞ്ഞാൽ പ്രശ്നം തീർന്ന എന്ന് പറഞ്ഞ് അത് ദൈവത്തിനെക്കുറിച്ച് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കണം നമ്മൾ ചെയ്യണത്. അല്ല ഇവിടെ നിന്ന് വല്ലപാടിൽ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന വ്യഗ്രത ക്രിസ്ത്യാനിയല്ല. വ്യഗ്രത വരുമ്പോൾ എന്താ പ്രശ്നം? സുഖലോലുപത, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം അന്ധമാകും.
21:34 ലൂക്കാ സുവിശേഷം. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ കർത്താവേ സ്തോത്രം. സുഖലോലുപത മധ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അതായത് ഈ വ്യഗ്രത, സുഖലോലുപത, പിന്നെന്താ മദ്യാസക്തി. മദ്യാസക്തി തന്നെയാകണമെന്നില്ല, മൊബൈലിൽ ആസക്തി ആയാലും മതി. മദ്യം പിന്നെ എടുത്ത് പറഞ്ഞതാണ്. പക്ഷേ മനുഷ്യന് എന്തെല്ലാം തരം ആസക്തിയാണ് ഉള്ളത്. ചിലർക്ക് വസ്ത്രത്തിൻ്റെ ആസക്തി ഉണ്ടാവും, ഇല്ലേ? ആകപ്പാട് 2-3 പേര് ഡ്രസ്സ് മതി, അത് തന്നെ ഇട്ടുകൊണ്ട് എപ്പോഴും പള്ളിയിൽ പോകണം എങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ച് തന്നിട്ടേ ഞാൻ പള്ളിയിൽ പോകത്തുള്ളതെന്ന് പറഞ്ഞ് ദൈവമായിട്ട് യുദ്ധം വെച്ച് വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന കന്നുകാലി ക്രിസ്ത്യാനിയില്ലേ, അത് ഈ വ്യഗ്രതയുടെ ഭാഗമാണ്, ആസക്തിയുടെ ഭാഗമാണ്. നമ്മളെപ്പം ശ്രദ്ധിക്കണം. നിങ്ങളെന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും. നിങ്ങൾക്ക് വചനം അറിയാൻ പാടില്ലാത്ത ഒന്നും ബാധകമല്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും. നിങ്ങൾക്ക് ആ വചനം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറ്റകരമായിട്ടല്ലേ. ബാബു മല കയറിയില്ലേ, ഇമ്പാച്ചി മല അല്ലേ? മല കയറി എന്താ? അവന് ഞാൻ ആ നിയമത്തെക്കുറിച്ച് അറിയത്തില്ല. നിയമത്തെക്കുറിച്ച് അറിയത്തില്ല എന്നൊരു കാര്യമില്ല. ഇപ്പം വനം വകുപ്പ് കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയമത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ തെറ്റ് ശിക്ഷിക്കപ്പെടും. അപ്പം നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല. വചനം മലയാളത്തിൽ തന്നിട്ടുണ്ട്. മര്യാദക്കെടുത്ത് വായിച്ച് നോക്കണം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ആൾക്കാർ പറയുമ്പോൾ കേൾക്കണം. അപ്പോൾ എനിക്ക് വചനം അറിയാൻ പാടില്ല, എന്നെ ആരും പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞില്ല, മുഴുവനും വചനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിന് അറിയാൻ പാടില്ലെന്ന് പറയണത് എക്സ്ക്യൂസ് അല്ല. കാരണം നീ എന്ത് ചെയ്താലും അതിൻ്റെ അകത്തൊരു വചനം ഉണ്ടാവും. ആ വചനത്തിനെതിരായിരിക്കും നീ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വെളിച്ചവും വചനത്തിലെ ആധികാരികമായ ജ്ഞാനവും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. അഭിഷേക വചനത്താല് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്, ഞാൻ അവരെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. നമ്മുടെ വിശ്വാസത്തിന് വാല്യൂ വർദ്ധിപ്പിക്കുന്നത്, അതാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ക്ലേശത്തിൻ്റെ ഒരു അംശം, ക്ലേശം ഉണ്ടാകുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അതിജീവിക്കാൻ കഴിയണം. അതിജീവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പം പരീക്ഷകളെ അതിജീവിക്കണം. അതിജീവിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ വിശ്വാസം നിലനിൽക്കണം. വിശ്വാസം പോകരുത്. ചില ആൾക്കാർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഉടനെ വിശ്വാസം കുറയും. ഇപ്പം കല്യാണം നടക്കാത്ത ആളിനെ കല്യാണം പെട്ടെന്ന് ഒത്ത് മനസ്സമ്മതം വരെ ഫിക്സ് ചെയ്ത്, മനസ്സമ്മതത്തിൻ്റെ തലേ ദിവസം വിളിച്ച് പറയണേ ഞങ്ങൾക്ക് ഇത്ര നീട്ടി വെച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അവർ കാര്യം ചോദിക്കും ഫോണിൽ, എന്ത് പറ്റി, വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ചില ആൾക്കാർക്കൊക്കെ അത് അത്ര ബോധ്യപ്പെടുത്തി വരണം. അവർ പറയും ഞങ്ങൾക്ക് വന്ന് കാണണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പണ്ട് വരെയൊക്കെ പാര വെക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെങ്കിൽ ഇവരുടെ മനസ്സിലിരിപ്പോൾ അത് തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ സാധനം മാറ്റണമെന്ന് നടത്താം. അപ്പോൾ അവർക്ക് ഇപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവും, ഇവരൊഴിയണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഉടനെ നെഞ്ചത്തിലിടിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അന്നത്തെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകത്തില്ല. എല്ലാം തലക്കൈയും കൊടുത്ത് ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പോൾ അതിജീവിച്ചില്ല സാധനം. പിടിയിട്ടില്ലേ? ഇതാണ് സാധനം. അതിജീവിച്ചില്ല. ഒരു ചെറിയ ഒരു മനസ്സമ്മതം മിസ്സായ ഒരു വിഷയം ഉണ്ടായാൽ മതി. കർത്താവ് എന്താ തിരിഞ്ഞു നോക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാത്തിനും കർത്താവിനെ അറിയാമല്ലോ. അതാണ് ഈ പ്രശ്നം. വേറെ വല്ല ആൾക്കാരുമാണെന്നൊക്കെ പ്രശ്നമില്ല. ഈശോയ്ക്ക് എല്ലാ വിഷയവും സ്കാൻഡ് കോപ്പി ഡേറ്റ ഉള്ളതാണ്. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറുകണ്ഠം ചാടുമെന്നുള്ളതും കണ്ടം വഴി ഓടുമെന്നൊക്കെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് അതിജീവിക്കണ വിശ്വാസം ഉള്ളവരെ
അതായത് ചിലർക്ക് ഭയങ്കരമായ ദൈവിക ബുദ്ധിയാണ്. ഈ അതിജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്നറിയാമോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് ഒന്ന് കേൾക്കുന്നതാണ്. എന്നാലും ഇപ്പോൾ ഈ ഉദാഹരണം വന്നപ്പോൾ അത് പറഞ്ഞാണ്. കാനങ്കാരി, അവളുടെ പ്രശ്നം എന്താണ്? അവളെ കരഞ്ഞു പിടിച്ച് കർത്താവ് എൻ്റെ മകൾ പിശാചി ബാധിതയാണ്, തീരും വെള്ളത്തും വീഴണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എന്നെ സുഖപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ പുറകെ നടക്കുകയും കർത്താവ് മൈൻഡിയുടെ പ്രശ്നമില്ല. അപ്പോഴേ പത്രോസിന് പത്രോസ് പറഞ്ഞ് ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല, ഈ സന്തതി നേരെ ഇരച്ച് തള്ളി നമ്മുടെ കൂടെ വരികയാണ്, അവനെ പറഞ്ഞു വിടാൻ നോക്ക്, അല്ലെങ്കിൽ ഉള്ള സമാധാനം കൂടി പോകുമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. അവിടെ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? മക്കളുടെ അപ്പം എന്നാണ്. അപ്പം ആർക്കുള്ളതാണ്? വിശ്വാസത്തിൽ മക്കളായിരിക്കുന്നവർക്കുള്ളതാണ്. അല്ല യഹൂദൻ്റെ കാര്യമല്ല പറയണത്. വിശ്വാസം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞു, വിശ്വാസം നമുക്ക് എന്തു തരുന്നോ? വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തിൻ്റെ അവകാശികളും. അപ്പോൾ അവകാശികൾ ആരാണ്? മക്കളാണ്. വിശ്വാസം എന്താ ആരാക്കണതാണ്? വിശ്വാസം നമ്മളെ എന്താക്കും? മക്കളാക്കും. അതാണ് ഈശോ പറയണത്. അല്ലാതെ വേറെ ഉദാഹരണമൊന്നുമില്ല അതിന്. കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ല, അവരെ പട്ടിയൊന്നും വിളിച്ചില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതായത് അവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻസ് എന്താണ്? മത്തായിയുടെ സുവിശേഷം 15:25 വായിച്ചോളൂ. അവനെ പ്രണമിച്ചു, കർത്താവെ എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. അതായത് ഈശോയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ സഹായിക്കണമേ. ആരാണ്? അവളുടെ മകൾക്ക് വേണ്ടി കാനങ്കാരിയെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈശോ പറയുന്നതാണ് മക്കളുടെ അപ്പം. അപ്പോൾ അപ്പം ആർക്കുള്ളതാണ്? മക്കൾക്കുള്ളതാണ്. അതാണ് വിഷയം. മക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസികൾക്കുള്ളതാണ്. അവിശ്വാസികൾക്കുള്ളതല്ലെന്ന് ദൈവത്തിൻ്റെ അപ്പം. ഇറ്റ് ഈസ് വെരി ക്ലിയർ. നമ്മൾ വേറെ ഒന്നും ചിന്തിച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് കടകയറേണ്ട ഒരു കാര്യമില്ല. കാര്യം മക്കളാണെങ്കിൽ അവകാശികളാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. മക്കളാണെങ്കിൽ നമ്മളെങ്കിൽ അവകാശികളാണ്. അപ്പം ആർക്കുള്ളതാണ്? അവകാശികൾക്കുള്ളതാണ്. അവകാശികൾ ആരാണ്? മക്കളാണ്. മക്കളുടെ അപ്പം എടുത്തിട്ട് അവകാശമില്ലാത്തവർക്ക് കൊടുക്കുന്ന വിഹിതമല്ല. വിശ്വാസിയുടെ അപ്പം എടുത്തിട്ട് അവിശ്വാസിക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് ഈശോ പറഞ്ഞ്. അപ്പോൾ അവളെന്താ പറയണത്? തിരിച്ച് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര പട്ടിയെന്നൊക്കെ വിളിക്കുമ്പോൾ കുറച്ച് സങ്കോചം ഉണ്ടാവും. അതാണ് എൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. ഗ്രേസ് കണ്ടൻറ് അതാണ്. പറഞ്ഞോളൂ, വായിച്ചോളൂ. അവൾ പറഞ്ഞു അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ വിഷയം എന്താ? അതിൻ്റെ അകത്തൊരു സഫറിങ് കണ്ടൻറ് ഉണ്ട്. SC എന്ന് ഞാൻ ഓമനപ്പേര് വിളിക്കുന്ന സഫറിങ് കണ്ടൻറ്. അതായത് എല്ലാ ഫെയ്ത്ത് അപ്ഗ്രഡേഷനിലും ഫെയ്ത്തിൻ്റെ ഒരു നിലവാര ഉയർച്ചയിൽ എപ്പോഴും ഒരു സഫറിങ് കണ്ടൻറ് ഉണ്ടാവും. അവൾക്കൊരു സഫറിങ് കണ്ടൻറ് ഈസിയിട്ട് കൊടുക്കുകയാണ്. എന്താണ്? അവളെ പട്ടിയെന്ന് വിളിച്ചോ. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ പറയാം, ഈ മനുഷ്യൻ ദൈവവുമല്ല പിശാചുമല്ല ആരുമല്ല, ഭയങ്കര കടകട്ട പരിപാടിയാണ്, ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ വിഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ സൗഖ്യം വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ അവൾക്ക് പോകാം. പക്ഷെ അവൾ പോകത്തില്ല. കാര്യം അവൾ പരീക്ഷയാണ്. ഇവളെ പട്ടിയെന്ന് വിളിച്ചതോടുകൂടി ഒരു പരീക്ഷ കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? ഈ പരീക്ഷയോടുകൂടി ഇവളുടെ വിശ്വാസം ഗ്രേഡ് ചെയ്യണം. നമ്മളുടെ എല്ലാ വിഷയവും അത് തന്നെയാണ്. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവളെന്ത് ചെയ്ത്? ഇവൾ കയറി അക്സെപ്റ്റ് ചെയ്ത്. ഈശോ പറഞ്ഞു, ഈശോ പട്ടിയെങ്കിൽ പട്ടി, ഞാൻ പട്ടിയാണ്, സമ്മതിച്ചെന്ന് പറഞ്ഞു. അക്സെപ്റ്റ് ചെയ്തവൾ. അതിന് തർക്കിക്കാൻ പോയില്ല. അവർക്ക് തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ? സഹനദാസൻ്റെ ഒരു ഫീച്ചറാണത്. ഐസയ 53:7 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. അപ്പം അതായത് സബ്മിസീവായി എന്ന് പറഞ്ഞ്, കർത്താവെ അങ്ങ് പറഞ്ഞു ശരിയാ, ഞാൻ പട്ടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. ആക്ഷേപവും അപമാനവും കൂടി വന്നിട്ട്
ഇതിനെ ഇങ്ങനെ വിശ്വാസം കൊണ്ട് ഈ വ്യക്തി അതിജീവിക്കണ കാണാൻ ഭയങ്കരമായ ഒരു രസകരമായ കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി, അതായത് ഇത് ഭയങ്കര എന്താണ്, ഒരു വെട്ടിപ്പെടുത്താൻ പോലെ പോയി. കാരണം അവൾ പറയുന്നത്, കർത്താവേ ശരിയാണ്, നീ യജമാനനാണ്, ഞാൻ പട്ടിയുടെ വില പോലും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, എന്താണ്, പട്ടിക്കുഞ്ഞുങ്ങളെ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. ഒരു പക്ഷേ ഇത്രയും ഇൻ്റലിജൻ്റായിട്ട് ആരും കർത്താവിനോട് ഒരു കാലത്തും സംസാരിച്ചിട്ടില്ല. ഒരു കാലത്തും കർത്താവിനോട് സംസാരിക്കുമ്പോൾ ഇൻ്റലിജൻ്റായിട്ട് സംസാരിക്കണമെന്നാണ് കനംകാരി നമ്മൾ പറയുന്നത്. വല്ല പൊട്ടവർത്താനം കയറി പറഞ്ഞേക്കരുത്, പണി മേടിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. പണി പാഴ്സൽ കിട്ടും. എന്താ കാര്യം? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, കർത്താവ് യു ആർ കറക്റ്റ്, ഐ എം ടു ആൻഡ് യു ആർ ദ ലോർഡ്. നീ രാജാവ്, നീ കർത്താവേ, നീ അധികാരിയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്കും അർഹതയുണ്ട്. എന്താണ്? നിൻ്റെ മേശപ്പുറത്ത് നിൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റില്ലെങ്കിലും താഴെ കിടന്ന് അവിടുന്ന് വീഴുന്ന കാരണങ്ങൾ തിന്നാനുള്ള യോഗ്യത എനിക്കുണ്ടല്ലോ. യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. അതാണ് ഈശോ പറയുന്ന മറുപടി. എന്താ പറയണത്? സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണെന്ന്. ദാറ്റ് മീൻസ് എന്താണ്? മൂല്യവർദ്ധനയുള്ള വിശ്വാസമാണ്, അല്ലേ? അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസമാണ്. അതാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അഗ്നിശോധനയെ 1:7 അനുസരിച്ച് കൊണ്ട് കനംകാരുടെ വിശ്വാസം അഗ്നിശോധനയെ, ആക്ഷേപങ്ങളെ, അപമാനങ്ങളെ അതിജീവിച്ച വിശ്വാസമാണ്. യാക്കോബ് 1:3 അനുസരിച്ച് കൊണ്ട് സ്ഥിരതയുള്ള വിശ്വാസമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, കാനംകാരിയെപ്പോലെ മൂല്യവർദ്ധിതമായ വിശ്വാസത്താൽ അപമാനങ്ങളെ, ലൈമകളെ, ആക്ഷേപങ്ങളെ ദൈവത്തിലുള്ള ശരണം കൊണ്ട് അതിജീവിച്ച, വ്യഗ്രതയില്ലാത്ത, പിറുപിറുക്കാത്ത വിശ്വാസത്താൽ മൂല്യവർദ്ധിതമായ വിശ്വാസത്താൽ, യാക്കോബ് 1:3 വിശ്വാസത്താൽ, 1 പത്രോസ് 1:7 അനുസരിച്ച് കൊണ്ട് അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസത്താൽ ഇപ്പോഴേ അഭിഷേകം ചെയ്യണമേ. ആരാധന ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളുടെ സാധാരണ ഒരു കപ്പാസിറ്റി. പക്ഷെ നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ഈശോയിലാണ് വിശ്വസിക്കുന്നത്. ഈശോ ആരാണ്? സഫറിങ് സെർവൻ്റാ, സഹനദാസനാണ്. ഈശോയിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണ ഈശോയുടെ ഉയർപ്പിലാണ്. പക്ഷേ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരും. എന്താണ്? അവൻ്റെ മരണം പ്രഖ്യാപിക്കണം. മരണം പ്രഖ്യാപിച്ച് അവൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ച് കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരും. എന്താണ്? അവൻ്റെ വരവ് കാത്തിരിക്കണം. ആൻഡ് ദിസ് ഈസ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് സംഭവം. ഇതെന്ന് പറയണത് തുടങ്ങണത് എങ്ങനെ? ചുമ്മാ ഒരു വ്യക്തിയെ വിശ്വസിക്കണമല്ല. ആ വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? അവൻ മരണം, അവൻ രക്ഷയാണ്. അവൻ രക്ഷ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ രക്ഷ? ശെമയോൻ ഈശോനെ കയ്യിലെടുത്തിട്ട് എന്നാ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. ലുക്ക 2:30 എന്താ പറയണത്? വിശുദ്ധ ലൂക്കാ സുവിശേഷം 2:30 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പം ഈശോ എന്ന് പറഞ്ഞത് ആരാണ്? രക്ഷയാണ്. ഈ രക്ഷ എങ്ങനെയാണ് ഈശോ സാധിക്കണത്? അവൻ്റെ മരണത്തിലൂടെ, പാപത്തിന് പരിഹാരമായി അവൻ്റെ മരണത്തിലൂടെ. അപ്പോൾ യേശുവിനെ പ്രഖ്യാപിക്കുക, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട്, ഇറ്റ് ഇസ് ദെയർ, അവിടെ ഉണ്ട്. വൈ ദർ ഇസ് ഇന്നവേറ്റബിൾ സഫറിങ്സ് ഇൻ ദ ലൈഫ് ഓഫ് ക്രിസ്ത്യൻസ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ സഫറിങ്ങിൻ്റെ ഒരു വലിയ എന്താ പറയുക ഹാർവസ്റ്റിംഗ് നടക്കുന്നത്? വിതക്കുമ്പോഴുണ്ടാകുന്ന വേദന കൊയ്യുമ്പോൾ അറിയുന്നില്ലല്ലോ. ആൻഡ് വി വിൽ ഹാർവസ്റ്റ്. നിത്യതയെ കർത്താവിൻ്റെ കൂടെ നമ്മൾ കൊയ്യും.
കൃപാവരങ്ങളെ കൊയ്യും, നിത്യസന്തോഷത്തെ കൊയ്യും. അതൊക്കെ മുമ്പ് കണ്ണുനീരോടെ വിതക്കും. നമ്മൾ ഈ ഭൂമിയിലാണ് കണ്ണുനീരോടെ വിതക്കുന്നത്. അവൻ ജയഘോഷത്തെ കൊയ്യുമെന്നാണ് സങ്കീർത്തനം കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ വെളിപാട്. സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, എങ്ങനെ ഈ സർവൈവ്ഡ് ഫെയ്ത്ത്, ഞാൻ പറഞ്ഞില്ലേ ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1:12, ഇപ്പോൾ 1 യോഹന്നാൻ എൻ്റെ സുവിശേഷം 1:12 എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ, ഏറ്റു പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോഴേ ആർക്കാ അവൻ്റെ ഈ വിശ്വാസം എന്താണ് നൽകണത്? ദൈവമക്കളാകാനുള്ള കഴിവാണ് നൽകണത്. കാര്യം എന്താണ്? അപ്പം മക്കൾക്കുള്ളതാണ്. അതാണ് ഈശോ പറയുന്നത്, വിശ്വാസിക്കുള്ളതാണ്. അതാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയുന്നത്. കാര്യം അവിശ്വാസിയെ നായ്ക്കളായിട്ടാണ് കർത്താവ് കാണുന്നത്. സംശയമുണ്ട്. അവിശ്വാസിയെ അവസ്ഥ എന്താണ്? അവൻ നായ്ക്ക് പട്ടിയാണവൻ. ഞാനീ തെമ്മാടിക്കുഴി കാണുമ്പോൾ പറഞ്ഞ പട്ടികളെ കുഴിച്ചിടം കൊണ്ട് സാധനം. കാര്യം പള്ളിയിലും കയറത്തില്ല, ഒരു പരിപാടിക്കും ഇല്ല, വിശ്വാസമില്ല, ഒന്നുമില്ല. കർത്താവ് എന്താ പറയണത്? അവിശ്വാസി പട്ടിയാ, ഒരു സംശയമില്ല. അപ്പം ആർക്കാ ഉള്ളത്? നിത്യതയിൽ ആർക്കാണ് വിരുന്നുള്ളത്? വിശ്വസിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കാനംകാരിയോട് അങ്ങനെ കർത്താവ് പറയണത്. കർത്താവ് അങ്ങനെ പറയാൻ കാര്യം എന്താണ്? ഇപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കണത്? യോഹന്നാൻ 1:12 എന്താ പറയണത്? അതായത് അവൻ്റെ നാമത്തിൽ, പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പം മക്കളാകാനുള്ള കഴിവെന്ന് പറയണത് വിശ്വാസം നമുക്ക് നൽകണത് എന്താണ്? ഒരു കഴിവാണ്. അതാ യോഹന്നാൻ്റെ 1:12 പറയണത്. എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പം മക്കളെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഴിവാണ്, എബിലിറ്റി, കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകണത് എങ്ങനെയാണ്? വിശ്വാസത്തിലൂടെയാണ്. പക്ഷേ മക്കൾക്ക് ഉള്ള അവസ്ഥ അറിയാമല്ലോ. മക്കൾക്ക്, എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? ഇവൻ മൃതനായിരുന്നു, അവനിപ്പം ജീവിക്കണോ? അവൻ നഷ്ടപ്പെട്ടിരുന്നോ? അവനിപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ സന്തോഷിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മക്കളും ചേട്ടനും അനുജനും ഉണ്ടെങ്കിലും അവിടെ ഒരു 2 തരം അവകാശങ്ങളാണ് ഉള്ളത്. ഒന്ന് അടിമയ്ക്ക് കിട്ടുന്ന ഔദാര്യം, മറ്റത് അപ്പൻ്റെ കൂടെ നിന്ന് കിട്ടുന്ന ശാശ്വതമായ സ്മരണ. ഇത് രണ്ടാ. ഇപ്പം എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചിട്ട് അവസാനം അനുഗ്രഹം അടിച്ചു മാറ്റാവുന്നൊന്നും ഒരു വ്യാമോഹം വേണ്ട. അതിന് കർത്താവ് കഥ പറയുന്നുണ്ട്. എൻ്റെ മകനെ എന്ന് പറയുമ്പോൾ മൂത്ത മകൻ ശാഠ്യം പിടിക്കും. അപ്പാ വേശ്യകളുടെ കൂടെ ഇവൻ ദൂർത്തടിച്ചു, നമ്മുടെ കുടുംബ തറവാട് ചിത്തപ്പേരുണ്ടാക്കിയിട്ട് അവൻ പോയിരിക്കണാണ്. ഇപ്പം വന്നപ്പോൾ ഇത്രയും നാൾ കുഞ്ഞാടിനെ പോലെ നിന്നോട് ഞാൻ ചോദിച്ചിട്ട് നീ തന്നില്ല. അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയൊക്കെ കൊടുത്തു, വലിയ ഉടുപ്പൊക്കെ ഇട്ട് അവൻ നിൽക്കണം, കണ്ടില്ലേ? എന്താ, ഞാനാണ് ധർമ്മക്കാരൻ, ഞാൻ ഇവിടെ നിന്ന് പോണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയണ വാക്കുണ്ട്, എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അല്ലാതെ അവനത് തഴഞ്ഞില്ല. നമ്മളെ ദൂർത്ത പൊത്തണേം പൊക്കി തോളെ വെച്ചോണ്ട് നടക്കണേ. യവന് ഇപ്പോഴും ധർമ്മക്കാരുടെ തന്നെ റാങ്കിൽ കിടക്കണ കക്ഷി. കാര്യം അപ്പൻ ഈ മൂത്ത മകനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇളയ മകൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് വ്യക്തമല്ലേ? എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന്. ഇവനോട് കാണിക്കണ ഔദാര്യം എന്താണ്? ഇവൻ തന്നെ തിരിഞ്ഞ് നടന്നിട്ട് വരികയല്ലേ, ഞാനൊരു അപ്പനല്ലേ, യു അണ്ടർസ്റ്റാൻഡ് മീ. ഭയങ്കര ലീനിയൽ അണ്ടർസ്റ്റാൻഡിങ്ങാണ് സംഭവം നടന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുവേ, ഞാൻ കൃത്യമായിട്ട് ദേവാലയത്തിൽ പോകുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ വിശുദ്ധിയോട് ജീവിക്കുന്നുണ്ട്, നോൻപ് ആചരിക്കുന്നുണ്ട്, സഭയുടെ പ്രമാണം ഏൽപ്പിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ മുമ്പിലൊരു വില ഉള്ളില്ലല്ലോ, ഞാനിപ്പോഴും കരഞ്ഞും പിടിച്ചല്ലേ ജീവിക്കണത് എന്ന് നീ കർത്താവിനോട് ചോദിച്ചാൽ എൻ്റെ മകളെ എന്ന് പറഞ്ഞാൽ കർത്താവ് വിളിക്കും, എൻ്റെ മകനെ.
കാര്യം കർത്താവ് ഇവിടെയുള്ള ഈ മിന്നലാട്ടങ്ങളൊന്നും വ്യക്തിയെ കഥയായിട്ട് കാണുന്നില്ല. അതാണ് പ്രശ്നം. എന്താ കാണുന്നത്? നിത്യതയുടെ നിത്യമഹത്വത്തെക്കുറിച്ചാണ് കർത്താവ് മനസ്സിൽ കാണുന്നത്. അത് പങ്കാളിത്തം കിട്ടിയവനെ ബാക്കിയുള്ളതൊന്നും വലിയ കഥയാകണ്ട. പൗലോസപ്പോസും പറയാം, ഭക്ഷിക്കാനും ഉടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ മര്യാദക്ക് ജീവിച്ചു പോകുവാനേ, ഇല്ലാത്തതൊക്കെ ആഗ്രഹിച്ചിട്ട് അതില്ലെന്നും പറഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് നടക്കല്ലേ. ബൈബിൾ എന്ത് രസമാണെന്നറിയാവോ? കാര്യം നിനക്ക് ദൈവത്തെ വേണമെന്നുണ്ടെങ്കിൽ ബൈബിൾ പറഞ്ഞു തരും നിനക്ക് സത്യമെന്തായ വിശ്വാസം എന്താണെന്ന്. കർത്താവ് ഒരു അനീതി നമ്മളോട് ചെയ്യത്തില്ല. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഓൺലൈൻ ഉടമ്പടി എടുത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവരെ, തത്സമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ, യേശുവേ ആരാധന. ആ മൂത്ത മകനോട് കർത്താവ് പറഞ്ഞ എന്താണ്? അവനൊരു ആട്ടിൻകുഞ്ഞിനെപ്പോലും ചോദിച്ചിട്ട് അപ്പം കൊടുത്തിട്ടില്ല. എന്താ കാര്യം? ഇത് ഒരു വിശ്വാസിയുടെ 2 ലെവലാണ്. അതായത് ദൈവത്തെ അംഗീകരിക്കാത്ത, എന്നാൽ ഗതികേട് വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പണ്ട് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഞാൻ കടപ്പുറത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ വർദ്ധിക്കാലം ഉണ്ടായിരുന്നു. എനിക്കുള്ളത് 87 വലിയ വർദ്ധിക്കാലമാണ്. അപ്പോൾ രൂപതയെന്ന് കഞ്ഞി വീഴ്ത്ത് നടത്തും. വലിയ ചെമ്പിൽ, വട്ടച്ചെമ്പിൽ കഞ്ഞി വെച്ച് കൊടുക്കും. ഓരോ വാർഡിലും ഓരോ ചെമ്പ് വെച്ച് അയൽക്കൂട്ടത്തിൽ നിർത്തി സ്നേഹസമൂഹങ്ങൾ നിർത്തിയിട്ട് പയറും അത് കാര്യം അത്രയും വർദ്ധിയായിപ്പോയി. വലിയ കാലമായിരുന്നു. അപ്പോൾ ഞാൻ കടപ്പുറത്ത് ഇതുപോലെ ഓരോ ഗ്രൂപ്പിൽ വട്ടച്ചെമ്പിൽ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുക, ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പള്ളിയും വരത്തില്ല. എപ്പോഴും പള്ളിക്കെതിരെ പറയുന്ന ഒരു അസുര വിത്ത് അവൻ കയറി അതിനകത്ത് കഞ്ഞി വെന്ത് ആൾക്കാർക്ക് കൊടുക്കാനുള്ള സമയമാകുമ്പോൾ മണ്ണ് പൂത്തി ഇറങ്ങി. ഞാൻ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. ശരിക്കും ഞാനൊന്നും വേണ്ടില്ല, ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നത്. കാര്യം നാട്ടുകാർ തന്നെയാണ് നാട്ടുകാരുടെ ഭക്ഷണത്തെ മണ്ണിട്ട് വാരി ഇടുന്നത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മകന് ക്യാൻസറായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരും മകനെ. പക്ഷെ ആ കേസ് കർത്താവ് എടുത്തില്ല, അവൻ മരിച്ചുപോയി. അപ്പം ചില ഈ ധൂർത്തപുത്രന്മാരുടെയൊക്കെ വരുന്ന പ്രശ്നം ഇതാണ്. അതായത് ഒരു സമയത്ത് ദൈവത്തിനെ മറന്നവർ ജീവിക്കും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും കേസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ കർത്താവിൻ്റെ അടുത്ത് വരും. ചിലപ്പോൾ ആ സാധനം എടുക്കും, ചിലപ്പോൾ എടുക്കത്തില്ല. പക്ഷേ ഇതേ സമയത്ത് തന്നെ എന്താണ്, ഒരു കഞ്ഞിന് മണ്ണ് വാരിയിടത്തില്ല, ഉള്ളത് ദാനവും ചെയ്യും, ദൈവത്തിന് വേണ്ടി ജീവിക്കും. അവൻ്റെ മകനെ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ തീർച്ചയായിട്ടും കർത്താവ് വരും, കർത്താവ് നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ജീവിച്ചത്, എൻ്റെ മകൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നീ കണ്ണടച്ച് കളഞ്ഞല്ലോ എന്ന് നമുക്കൊരു പരിഭവം ദൈവത്തോട് തോന്നും. കാര്യം ഇത്തരം 2 മനുഷ്യരെ നമ്മൾ ഇടവകകളിൽ കാണുന്നുണ്ട്. ദൈവത്തിന് വേണ്ടെന്ന് നടക്കുന്ന ആൾക്കാർക്ക്, ദൈവത്തിനെതിരെയും സഭയ്ക്കെതിരെയും സംസാരിക്കുന്ന ആൾക്ക് ചില സമയത്ത് അച്ഛന്മാരുടെ കൂടെ സപ്പോർട്ട് കിട്ടണം നമുക്ക് കാണാം. ഇടവകയിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ കാണും. കാര്യം അച്ഛന്മാർക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം ഈ ഓരോ ആൾക്കാരെയും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പഴയ അച്ഛന്മാരൊക്കെ കത്തിക്കുതും കൊണ്ടുവന്ന ആൾക്കാർ പുതിയ അച്ഛൻ്റെ അടുത്ത് പൂമാലയും കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം നടക്കുമ്പോഴും ഇതൊന്നും നോക്കാതെ മറന്നു നിൽക്കണമെന്ന് വിചാരിക്കും. ദൈവമേ എന്ത് കഷ്ടമായിട്ടൊക്കെ നിൽക്കണം, എന്ത് ദൈവത്തോട് അടുപ്പമായിട്ടും പള്ളിയോട് അടുപ്പമായിട്ട് നിന്നിട്ട് ഇപ്പോൾ ഇരിക്കുന്ന വികാരത്തെ ഞാൻ മൈൻഡ് ചെയ്യണില്ല എന്ന് വിചാരിക്കും. അച്ഛൻ വിചാരിക്കണ ഗുണ്ടകളെയൊക്കെ അച്ഛൻ പിടിച്ച് കൈയെടുത്തിരിക്കണമെന്ന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാത്ത കുറേ കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതാണ് മൂത്ത മകൻ പറയണത്. ഞാൻ അങ്ങയുടെയൊക്കെന്ന് വിട്ടുമിരിഞ്ഞ് നിന്നിട്ട് ഇത്രയും നാൾ അങ്ങയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഉല്ലസിക്കാൻ വേണ്ടി ഒരു കുഞ്ഞാടനെപ്പോലും ചോദിച്ചിട്ട് നീ എനിക്ക് തന്നില്ല. പക്ഷേ അപ്പം മറുപടി പറയുമോ അതിനെ? അല്ലാതെ നീ പോടാന്നല്ല പറയണത്. അപ്പം മറുപടി പറയും, എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. എപ്പോഴായാലും സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, നിനക്കുള്ളത് നഷ്ടപ്പെടത്തില്ല. കർത്താവ് സംസാരിക്കുന്ന ഏറ്റവും വലിയ ഇൻ്റലിജൻറ്റ് ടോക്ക് അതാണ്. ഇവിടെ ഒരു സമയത്തിൻ്റെ വിഷയമുള്ളൂ, അതായത് നിനക്ക് നഷ്ടപ്പെടത്തില്ല. അതെന്ന് വെച്ചാൽ അതാണ് സമയത്തിൻ്റെ ഏറ്റവും വലിയ ഉപമയെന്ന് പറയണത്. എന്ന് വെച്ചാൽ മറ്റവൻ ചോദിച്ചു, അപ്പാ എൻ്റെ ഓഹരി ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി.
എന്ന് പറഞ്ഞ് ഇവൻ ബഹളം ഉണ്ടാക്കിയപ്പോൾ തന്നെ ബൈബിൾ എന്താ പറയണത്? തൽക്ഷണം അപ്പൻ വസ്തു ഭാഗിച്ചു, അവൻ്റെ ഓഹരി കൊടുത്തു. തൽക്ഷണമാണ്, ഒട്ടും താമസിച്ചില്ലെന്ന്. അതായത് ഒട്ടും താമസമില്ല. പക്ഷേ മൂത്ത മകൻ ചോദിച്ചിട്ട് വായിട്ട് ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല. ഇപ്പം എന്നാ പറ്റിയിരിക്കണേ? അവന് ഉടനെ കിട്ടി, മൂത്ത മകന് താമസിച്ചാണ് കിട്ടണത്. അപ്പം സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. ഉടനെ കിട്ടിയവൻ ആകപ്പാടെ അലാക്കിലായിപ്പോയി. അനുഗ്രഹം ഉടനെ കിട്ടിയവനെ, കിട്ടാതിരുന്നവൻ ഇപ്പോഴും അപ്പൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം അപ്പൻ എന്താ പറയണത്? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന്. ഒരിക്കലും ദൈവവുമായിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യരുത്, പണി കിട്ടും. കാര്യം കർത്താവ് ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഒന്നും ചെയ്യത്തില്ല. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ 70 കൊല്ലത്തെ ജീവിതം അത്ര വലിയ വിഷയമല്ല. അതാണ് പ്രശ്നം. നിത്യത വരെയുള്ള ജീവിതത്തെക്കുറിച്ച് കണക്കാക്കിയിട്ട് ഈ നിത്യത നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ഇവിടെ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചെന്ന് പറഞ്ഞിട്ടും എത്രയോ പേര് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു, വല്ല കഥയുണ്ടാകും. ഇവിടെ അഭ്യാസം കാണിച്ചിട്ടുള്ള ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? അഭ്യാസം കാണിച്ചിട്ടുള്ളവർ ഒരു ടൈം കഴിയുമ്പോൾ എല്ലാം കട്ടയും പുടവും മടക്കി ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ മാറണ കാണാം. ചിലപ്പോൾ വലിയ ആദരവോടുകൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കേരള സമൂഹം തന്നെ അവരെ കാണുകയും അവരുടെ ശവസംസ്കാരത്തെ പങ്കെടുക്കുന്നത്. പിന്നെ അത് പട്ടിയാൻ നോക്കണത് ആരും ഗവനിക്കത്തില്ല. ദൈവത്തിനെ വേണ്ടാതെ ജീവിച്ചവൻ, മനുഷ്യൻ്റെ വാക്കിന് വലിയ വില കൊടുത്ത് ജീവിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവന് വില കൊടുത്ത മനുഷ്യർ നാളെ മരിച്ചു പോകുമ്പോൾ പിന്നെ അവന് വില കൊടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കുന്നവൻ നിത്യത വരെ വിലയുള്ളവനായിട്ട് ജീവിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ മഹിമ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിത്യതയെക്കുറിച്ചുള്ള ആഴമായ പ്രബോധനത്താൽ ഞങ്ങളുടെ വിശ്വാസത്തെ മുദ്രയിടുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യം ഇടയ്ക്ക് ഞാൻ പറയാറുള്ളതാണ്. ഇപ്പോഴത് പറയാൻ കാരണം ഈ ധൂർത്തപുത്രൻ്റെ കഥയിലെ മൂത്ത മകൻ്റെ അനുഭവങ്ങളില്ലേ, അത് ഈ വചനവും തമ്മിൽ നമ്മളിലെ ഒത്തിരി പേരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പോണതാണ്. ഹെബ്രായർ 10:36 എന്താ പറയണത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. ഇപ്പം സഹനശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു തുടർ സഹനം. അല്ലാതെ സഹനശക്തി വരത്തില്ല. എന്തിനാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി. ഇപ്പം എന്താ പ്രശ്നം? നിൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റെതാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ആ മൂത്ത മകൻ അപ്പൻ്റെ കൂടെ നിൽക്കുകയാണ്. അവന് എന്ത് വേണമെന്നാണ് പറയണത്? സഹനശക്തി വേണം. അതുകൊണ്ടാണ് കുഞ്ഞാടനെ പോലും ചോദിച്ചത് കൊടുക്കാഞ്ഞത്. പ്രാർത്ഥനയ്ക്ക് അവന് ഉത്തരം കിട്ടിയിട്ടില്ല. മിനിമമായിട്ട്, മാന്യമായിട്ട്, നോർമലായിട്ട്, നീതിയായിട്ട് ചോദിച്ച കാര്യം കൊടുത്തില്ല. അത് സഹനമായിട്ട് മാറിയപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞാടനെ പോലും തന്നില്ലല്ലോ. അപ്പോൾ പറയും, അവൻ എന്തിനാ മറുപടി പറയണത്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി, അപ്പൻ്റെ പിതാവായ സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കാൻ ഒരു കുഞ്ഞാടനെ ചോദിക്കുമ്പോൾ ഈ ഏശാവ് തോറ്റുപോയെന്ന് വിചാരിച്ച ആളാണ് യാക്കോബ്. കാര്യം യാക്കോബിൻ്റെ കടിഞ്ഞുള്ളവകാശം ഏശാവിൻ്റെ കടിഞ്ഞുള്ളവകാശം അടിച്ചു മാറ്റി നാട് വിട്ടുപോയ ആളാണ് യാക്കോബ്. അയാൾ പോയി കല്യാണം കഴിച്ചു. 6 സ്ത്രീകൾ അയാളുമായിട്ട് ബന്ധമുണ്ടായി. 12 മക്കൾ ജനിച്ചു. അന്നത്തെ കാലത്തിൻ്റെ രീതിയാണത്. 40 പശുക്കൾ, 400 ആടുകൾ, 80 ഒട്ടകങ്ങൾ. അയാളിങ്ങനെ ഒരു രാജാവായിട്ട് വരുമ്പോൾ താൻ കടിഞ്ഞുള്ള അവകാശം അടിച്ചു മാറ്റിയിരിക്കണം. ഇതെല്ലാം എങ്ങനെ ഉണ്ടായതാണ്? ചേട്ടനെ പറ്റിച്ചുണ്ടാക്കിയതാണ്. ചേട്ടനാണ് എന്നും പറഞ്ഞ് അനിയൻ ചേട്ടൻ്റെ ഉടുപ്പെടുത്ത്, രോമക്കുപ്പ എടുത്ത് അപ്പൻ്റെ കണ്ണ് കാണാത്ത അപ്പൻ്റെ അടുത്ത് പോയി. അപ്പൻ തപ്പി നോക്കി അറിയാതെ അനുഗ്രഹിച്ചുണ്ടാക്കി തട്ടിപ്പ് പരിപാടി നടത്തിയതാണ്. തട്ടിപ്പ് പരിപാടി നടത്തിയാണ് ഈ അനുഗ്രഹം എല്ലാം ഉണ്ടാക്കിയെടുത്തേക്കേണ്ടത്.
ഇപ്പോഴും പല ആൾക്കാരൊക്കെ എന്തിനുകൊണ്ടാണ് തോറ്റു പോകണമെന്ന് പോലെ തോന്നുന്നറിയാമോ? കള്ളനോട്ട്, അതുപോലെ തന്നെ തട്ടിപ്പുകൾ നടത്തുന്ന ആൾക്കാർക്ക് ഒത്തിരി കാശുണ്ട്. അവർ സ്ഥലങ്ങൾ വലിയ വിലയ്ക്ക് മേടിക്കുമ്പോൾ പാവപ്പെട്ടവന് സ്ഥലം മേടിക്കാൻ പറ്റണില്ല. കാര്യം പാവപ്പെട്ടവന് ഇപ്പോൾ ഒരു കടയിൽ തന്നെ വന്ന് കടപ്പുറത്ത് മീനില്ലെങ്കിൽ നമ്മൾ ചന്തയിൽ വന്ന് ഒരു ചൊറകിന് വില പറഞ്ഞ്, ഒരു അറക്കക്കുഞ്ഞിന് വില പറഞ്ഞു കഴിയുമ്പോൾ അതിന് 100 രൂപ പറയണം. ചെറിയ അറക്കക്കുഞ്ഞല്ലേ. അപ്പോൾ വേറെ എടുത്ത് അമ്മന്നുവെച്ചും അതിന് 200 രൂപ കൊടുത്ത് എടുത്തുകൊണ്ട് പോകും. എന്താ കാര്യം? ഇവൻ 100 രൂപ അധ്വാനിച്ചുണ്ടാക്കിയാണ്, മറ്റവൻ കള്ളനോട്ടം കൊണ്ട് നടക്കുകയാണ്. നോട്ട് ഇരട്ടിപ്പിച്ചും ആൾക്കാരെ പറ്റിച്ചും ഉണ്ടാക്കിയ കാശാണ്. അതുകൊണ്ടാണ് വലിയ വില കൊടുത്തെടുക്കുന്നത്. നമ്മുടെ വീട് സ്ഥലമൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ വലിയ വില പറയുമ്പോൾ ഓർക്ക് അവൻ്റെ ഈ കള്ളനാണ് ഇരിക്കണമെന്ന് മനസ്സിലാക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് ആരും വ്യർത്ഥമായിട്ട് കാശ് നോട്ട് വിതറി സാധനം മേടിക്കത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം കാണിക്കുന്നതിനാണ് വലിയ ആളായിട്ട് നിൽക്കുന്നത്. അത് കമ്മ്യൂണിസം വന്നാലും ശരി, അങ്ങനെ കള്ളത്തരം കാണിച്ച് വലിയ ആൾക്കാരാണ് നിൽക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. റിസോർട്ടിലൊക്കെ ED വന്നിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരദേശത്ത് എത്ര റിസോർട്ടിലാണ് കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? പിടിച്ചില്ലേ അവർ? എന്നിട്ട് അടക്കേണ്ടി വന്നില്ല കോടികളെ കൊണ്ടേ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഏത് ഇസ്സമൊക്കെ വന്നാലും ഇവിടെ കള്ളത്തരം കാണിക്കുന്നവന് എപ്പോഴും കൈ നിറച്ച് കാശുണ്ടാവും. അത് ലോകത്തിൻ്റെ രീതികളാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നിപ്പോവും. അതാണ് പ്രലോഭനം എന്ന് പറയണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള എന്താ പ്രശ്നം? നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചുപിടിച്ച് ജീവിച്ചാൽ പോരല്ലോ, നിത്യത വേണ്ടേ? നിത്യത ഈശോൻ്റെ കൂടെ ജീവിക്കണ്ടേ? അപ്പം ചിലത് കണ്ണിലെന്ന് നമ്മൾ നടിക്കും, ചിലത് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ധരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വഴിമാറിപ്പോവും. എന്തിനാണ് വഴിമാറിപ്പോണത്? നമുക്കതുപോലെ ആരുമായിട്ട് അങ്ങനെ. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം കോമ്പറ്റ് ചെയ്യണമെന്ന് വചനം പറയും. പരസ്പരം 2 കൊറിന്ത്യർ 10:12 നിങ്ങൾ പരസ്പരം മത്സരിക്കരുത്. കള്ളപ്പണക്കാരനോട് നിനക്ക് മത്സരിക്കാൻ പറ്റുമോ? ആരോഗ്യമുള്ള ആൾക്കാരുമായിട്ട് നിനക്ക് അശുവായിട്ടുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കർത്താവ് മത്സരം ബാൻ ചെയ്തിരിക്കുകയാണ്. ആരുമായിട്ട് മത്സരിക്കരുത്. എന്താ കാര്യം? ആര് ജയിക്കും ആര് തോക്കുമെന്ന് നമ്മൾ ചിലരെ തോപ്പിച്ചെന്ന് വിചാരിക്കണതാണ്. അതൊക്കെ മണ്ടത്തരമാണ്. ദൈവം വിചാരിക്കാതെ ആരാണ് തോക്കണത്? യാക്കോബ് അങ്ങനെ വിചാരിച്ചായിരുന്നു. ചേട്ടൻ്റെ കുപ്പായ അടിച്ചു മാറ്റിക്കൊണ്ടേ ചേട്ടനാണ് താനെന്നും പറഞ്ഞ് ആദിജാതൻ്റെ അനുഗ്രഹം കണ്ണും പൊട്ടനായിരിക്കണം അപ്പൻ്റെക്ക് നിന്ന് അടിച്ചു മാറ്റിയ ആളാണ്. അമ്മയുടെ ഒത്താശയോടുകൂടി അവനങ്ങനെ പോയി രക്ഷപ്പെട്ട് അവൻ തിരിച്ചു വരികയാണ്. 12 മക്കളും 6 ഭാര്യമാരും പിന്നെ അതുപോലെ തന്നെ ഉപനാരികളൊക്കെ ആയിട്ട് അവൻ തിരിച്ചു വരികയാണ്. കുറേ ദാസന്മാരൊക്കെ തിരിച്ചു വരികയാണ്. അപ്പോഴുണ്ട് കത്തിയും കവണയായിട്ട് ചേട്ടനെ ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് യാക്കോബിനറിയാം. അവൻ പേടിച്ചു. അവനെന്ത് ചെയ്ത്? അവൻ ഏശാവ് തന്നെ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു 40 പശുവിനെ മാറ്റി, ഒരു 80 ഒട്ടകത്തെ മാറ്റി, ഒരു 200 ആടിനെ മാറ്റി, കുറേ ആൾക്ക് ഇതിനെ മാറ്റിയിട്ട് ഇതിനെ നേരത്തെ മുമ്പേ വിട്ട് ഏശാവ് എങ്ങാനും വരികയാണെങ്കിൽ അവൻ്റെ മൂട ആക്രമിക്കുകയാണെങ്കിൽ ചോദിക്കുമ്പോൾ പറയാം ഇത് അങ്ങയുടെ അനുജൻ അങ്ങയ്ക്ക് കൊടുത്തു വിട്ടതാണെന്ന് പറയാം. പക്ഷേ ഏശാവ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അനിയനെ കാണാനുള്ള സ്നേഹത്തിൽ അവൻ പണ്ടതെല്ലാം മറന്നിട്ട് അവൻ ഓടി വരും. ഏശാവിൻ്റെ ആ വരവെന്ന് പറഞ്ഞത് 1.5 വരവാണ്. വന്നിട്ട് ഇവരൊക്കെ ഒരു ആഞ്ഞു പുരുകി കെട്ടിപ്പിടിക്കും. എത്ര കാലമായിടാ ഒന്ന് കണ്ടിട്ടെന്ന് ചോദിക്കും. ചേട്ടൻ അജയനോട് ചോദിക്കും. അപ്പോഴ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറേ ആൾക്കാർ പറഞ്ഞു ആ ആടിനെയും ഒട്ടകത്തെയൊക്കെ ഞാനെടുക്കാൻ, എനിക്കിതൊക്കെ വേണ്ടോളം ഉണ്ടടാ. അപ്പം ഏശാവ് യാക്കോബ് ഞൊട്ടി. എന്താ കാര്യം? പറ്റിച്ചെന്നാ വിചാരിച്ചത്. ദൈവം പറ്റിച്ചില്ലെങ്കിൽ മനുഷ്യനെ പറ്റിക്കാൻ പറ്റുമോ? ഈ ഗോഡ് വേ ഞാൻ പറയണത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരും പറ്റിച്ചു പോയി പറഞ്ഞെന്ന് കുറഞ്ഞു പോയെന്ന് ആരും ധരിക്കേണ്ട കാര്യമില്ല. നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ പറ്റിച്ചില്ലെങ്കിൽ നീ ജീവിക്കും. യേശാവിന് പറയണേ എനിക്കതൊക്കെ വേണ്ടോളം ഉണ്ടടാന്ന്. അപ്പോൾ ഇവ വാ പൊളിച്ചു. ആദിജാതൻ്റെ അനുഗ്രഹം ഞാനല്ലേ അടിച്ചു മാറ്റിയത്, എനിക്കല്ലേ അനുഗ്രഹമെല്ലാം കിട്ടിയത്, പിന്നെ ഇതെങ്ങനെ കിട്ടിയെന്ന് അത് കർത്താവ് കൊടുത്തതാണ്. അപ്പം ആരും തോറ്റാ ജയിച്ചാന്ന് ഇപ്പം പറയണ്ട. അതുകൊണ്ട് പരസ്പരം മത്സരവും വേണ്ടെന്നാണ് ഈശോയുടെ വചനത്തിൻ്റെ ഒരു പൊരുൾ. വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലോഡ്. നിങ്ങൾ കാത്തിരിക്കുക കർത്താവ് ഇത്ര മധുരമുള്ളവനാണെന്ന്. അവിടെ പേത് പിറക്കേണ്ട കാര്യമില്ല, വികൃത കാണിക്കേണ്ട കാര്യമില്ല, പെരുപിറക്കേണ്ട കാര്യമില്ല.
മറിച്ച് എന്താണ്? കർത്താവിൻ്റെ ഇത്തിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവന്നേ ഉള്ളൂ മക്കളെ, വേറെ ഒന്നും സംഭവിക്കത്തില്ല. ദൂർത്തപുത്രന് നേരത്തെ കൊടുത്തു, അതുകൊണ്ട് ആ നേരത്തെ കൊടുത്തതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിച്ചത്. മൂത്തവനോട് പറഞ്ഞ ഒരു കുഞ്ഞാടിനപ്പുറം തന്നെ കൈയും കാര്യം ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. നീ എന്നോട് ചോദിച്ചത്, നീ വല്ലതും ചോദിച്ചാൽ അതിൻ്റെ കൈയും കാര്യം വിട്ടു. എന്താ കാര്യം? നേരത്തെ കൊടുത്തവൻ വേശികളുടെ കൂടെ അതിൻ്റെ പന്നിയായിട്ട് അവൻ ജീവിക്കണം ഇവിടെ. നീ എൻ്റെ കൂടെ ഉണ്ടല്ല എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇത് കേൾക്കണ്ടേ എന്നാൽ മിണ്ടാണ്ടിരിക്കേ. കർത്താവിൻ്റെ കൂടെ ശാന്തമായ അമ്മയെപ്പോലെ സഞ്ചരിക്കൂ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവ് വചനം നൽകി നമ്മളെ ധന്യമാക്കി. ഇതുപോലെ നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കാൻ പോവുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ ഈ ആരാധനയിലെ അനധിവിദൂരങ്ങളിൽ പോലും സുഖപ്പെട്ട വലിയ മരിയൻ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയാണ്. അതുകൊണ്ട് നീ വളരെ പ്രത്യാശയോട് വേണം അൾത്താറിലേക്ക് നോക്കാൻ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന അങ്ങയുടെ അഭിഷിക്തന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ലോകാന്തരങ്ങളിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ അങ്ങയുടെ വലത് കരത്താൽ തിരുമുറുവാറുന്ന അത്ഭുത കരത്താൽ സ്പർശിക്കണമേ. എന്റെ കർത്താവേ, വേദനയോടെ എന്നാൽ വിശ്വാസത്തോടെ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനാ സമയത്ത് അങ്ങ് അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി സ്വർഗ്ഗത്തിൽ നിന്ന് ഓരോ കുടുംബങ്ങളിലെ നിബന്ധിക്കട്ടെ. രോഗികളിലെ കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ. കർത്താവേ, സമാധാനമില്ലാത്തവരെ, സാമ്പത്തിക കടമുള്ളവരെ, മക്കളില്ലാത്തവരെ, താമസിക്കുന്നവരെ, വീടില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, പരാജയപ്പെടുന്നവരെ, ലഭിക്കാത്തവരെ, കടങ്ങളാലെ ഭാരപ്പെടുന്നവരുടെ ശക്തി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആരാധനകളുടെ പറഞ്ഞിട്ടുള്ള ദൈവവിശ്വാസികളുടെ ശക്തിയാൽ പ്രാർത്ഥന കേൾക്കുന്ന മക്കളുടെ രോഗങ്ങളെ മാറിപ്പോകട്ടെ. ഈശോയെ സൗഖ്യപ്പെടുന്നതിന് മാരക രോഗങ്ങൾ സുഖപ്പെടുന്ന കർത്താവേ, സാമ്പത്തിക ബാധ്യതകളാല് വിഷമം അനുഭവിക്കുന്നവരെ പ്രാർത്ഥനാ സമയത്ത് സ്പർശിക്കണമേ. പലതരത്തിലുള്ള സാമ്പത്തിക വാങ്ങലുകളിലെ അങ്ങ് കക്ഷി ചേരണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ സാന്ത്വനപ്പെടുത്തണമേ. ഞങ്ങളുടെ കണ്ണുവെട്ടത്തില്ലാത്ത മക്കള്, കണ്ണുവെട്ടത്തിലുള്ള മക്കള്, പലതരത്തിലുള്ള പൈശാചിക തിന്മയുടെ ബന്ധനങ്ങളിലും അകപ്പെട്ടിരിക്കുന്നവരുടെ കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ. നാമത്തിൽ തടസ്സങ്ങള് മാറിപ്പോകട്ടെ. ശക്തി ഈ മക്കൾ ഓരോരുത്തർ മുടി കൊഴിയുന്നവരുടെമേൽ വിശുദ്ധമായ വലതുകരം വയ്ക്കണമേ. കർത്താവേ, ത്വക്ക് രോഗങ്ങളുടെ മേൽ വിശുദ്ധ രക്തത്താൽ കാല് മുതൽ ഉച്ചവരെ കഴുകണമേ. ഹൃദയ രോഗങ്ങള്, കരൾ രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, അസ്ഥിയുരുക്കങ്ങള്, കർത്താവേ, കിഡ്നി രോഗങ്ങള്,
വാതരോഗങ്ങള് കർത്താവെ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗികളെ സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗികളെ, രോഗികള്, ഞരമ്പുകൾക്ക് രോഗമുള്ളവരെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ സ്പർശിക്കുന്നതിന് സൗഖ്യപ്പെടുന്ന അതീവ വേദനയോടെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങള്, ഓരോ രോഗങ്ങള്, തൊഴിലില്ലാത്ത അവസ്ഥകള്, വരുമാനമില്ലാത്ത അവസ്ഥകള്, കടകമ്പോളങ്ങള്, അടഞ്ഞുപോയ അവസ്ഥകള്, അത് തുറക്കുന്നതിന് വേണ്ടി ആസ്തിയില്ലാത്ത അവസ്ഥകള്, എന്ത് ജോലിക്ക് എവിടെ അന്വേഷിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവര്, ഇന്റർവ്യൂ തോറ്റുപോയവര്, പരീക്ഷ തോറ്റുപോയവര്, ലോൺ കിട്ടാത്തവര്, കർത്താവെ കടം തിരിച്ചടക്കാൻ പറ്റാത്തവര്, വിവാഹ തടസ്സമുള്ളവര്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴേ കർത്താവ് സ്പർശിക്കട്ടെ. കർത്താവ് സ്പർശിക്കട്ടെ. മാലാഖമാരെ സ്വപ്നം കാണുക, ദർശനം കാണുക ചെയ്ത വ്യക്തികളെ കർത്താവ് കാണിച്ചിരുന്നുണ്ട്. ഇതുപോലെയുള്ള അമ്മ മാതാവിന് സ്വപ്നം കണ്ടവരെ എല്ലാം 14 പേരോളം ഈ വ്യത്യസ്തങ്ങളായ ദർശന സ്വപ്നം കണ്ടവരുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക കാരുണ്യമുണ്ട്. നിങ്ങൾ സാക്ഷികളെ കർത്താവ് ഉയർത്തുന്നു. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഇപ്പോഴേ അതിന് ആശീർവാദം സ്വീകരിക്കേണ്ടതാണ്. കണ്ണുകളെ കർത്താവ് കാണിച്ചുകൊണ്ട് കണ്ണിൻ്റെ ഇടത് കണ്ണിനെ കാഴ്ചക്കുറവ് കർത്താവ് കാണിക്കുന്നുണ്ട്. ആ കണ്ണിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ആ കണ്ണ് കർത്താവ് കാഴ്ചയിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ക്യാൻസറിനെ കാണിച്ചിരുന്നുണ്ട്, മുഴയെ കാണിച്ചിരുന്നുണ്ട്, മുഖത്തും കഴുത്തിലുമൊക്കെ മുഴയുള്ളവരെ കാണിച്ചിരുന്നുണ്ട്. അവിടെയെല്ലാം കർത്താവിന്റെ തിരുമുറുപാട് വെറുതെ കർത്താവിന്റെ സ്പർശനമുണ്ട്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, മുട്ടയ്ക്ക് ശിരസമിച്ച് മുട്ട നീക്കുക. ഈശോ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കും, നിന്റെ കുടുംബത്തിന് വേണ്ടി. അപ്പം ഈശോ നിന്നെ ആശീർവദിക്കുന്ന സ്വർഗീയമായ വലിയ ധന്യ നിമിഷങ്ങൾക്ക് വേണ്ടി ശിരസ് നമിക്കാം. ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങൾ ദൈവ തിരുസന്നിധിയിലേക്ക് ഉയർത്തി നിങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ 1, 2, 3, 4 തവണകൾ പുതുക്കി സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഈശോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളെയും തൊടുകയാണ്, ഉടമ്പടി നിയോഗങ്ങളെ തൊടുകയാണ്. മാരക രോഗികളെ ഈശോ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഭവനരഹിതരെയും സദാനരഹിതരെയും തൊഴിലരഹിതരെയും ഈശോ സ്പർശിക്കുകയാണ്. കുടുംബ സമാധാനമില്ലാത്ത വീണ്ടെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണം തിരുസഭയെ സ്പർശിക്കുന്നു. ജോസഫിനെ പ്രാർത്ഥിക്കുന്നു. ഓരോ ശുശ്രൂഷകൾ ഇപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ കുടുംബങ്ങളെ